ഒരിക്കലൂടെ കൈ ഉയർത്തി വാ തുറന്ന് ശക്തിയോടെ സ്തോത്രം ചെയ്യാം. നഷ്ടപ്പെട്ട മനുഷ്യനെ സംബന്ധിച്ച് ബൈബിളിലെ പ്രധാന പ്രതിപാദ്യ വിഷയം യേശുക്രിസ്തു മുഖാന്തരമുള്ള വീണ്ടെടുപ്പ് എന്നതായിരിക്കുമ്പോൾ, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ സംബന്ധിച്ച് ബൈബിളിലെ പ്രധാന പ്രതിപാദ്യ വിഷയം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവാണ്. വിശുദ്ധ ബൈബിളിൽ പുതിയ നിയമത്തിൽ 25 ഒരു വാക്യം പ്രത്യക്ഷമായോ പരോക്ഷമായോ യേശു കർത്താവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. പുതിയ നിയമത്തിൽ 260 അധ്യായമുണ്ട്. അതിൽ 318 പ്രാവശ്യം യേശു കർത്താവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. പഴയ നിയമത്തിൽ ഏതാണ്ട് 1845 പ്രാവശ്യം പ്രത്യക്ഷമായോ പരോക്ഷമായോ സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, കർത്താവിൻ്റെ വരവ്, രണ്ടാം വരവിനെക്കുറിച്ച്, അതായത് കർത്താവിൻ്റെ ഒന്നാം വരവിനെക്കുറിച്ച് പ്രവചിച്ചതിൻ്റെ ഇരട്ടി പ്രവചനങ്ങൾ രണ്ടാം വരവിനെക്കുറിച്ചുണ്ട്. 50-ലധികം പ്രാവശ്യം വിശുദ്ധ വേദപുസ്തകം നമ്മളോട് കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങിയിരിപ്പാൻ ആവശ്യപ്പെടുന്നു. പുതിയ നിയമത്തിലെ ഏക പ്രവചന ഗ്രന്ഥമായ വെളിപ്പാട് പുസ്തകത്തിൽ 7 പ്രാവശ്യം നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞു, ഇതാ ഞാൻ വേഗം വരുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് സംഭവിക്കില്ല എന്ന് വരുത്തി തീർക്കാൻ പിശാച് പല പദ്ധതികൾ ചെയ്യുന്നുണ്ട്. 2000 യേശു വരുന്നെന്ന് പറഞ്ഞവരുണ്ട്. 1965 യേശു വന്നേച്ച് പോയെന്ന് പറയുന്നവരുണ്ട്. 2013 ഏപ്രിൽ 16 വരുമെന്ന് പറഞ്ഞവരുണ്ട്. ഇതൊക്കെ പിശാച് ഇങ്ങനെ ആളുകളെ ഇറക്കിയത് ഇതിനി നടക്കാൻ പോകുന്നില്ലെന്ന് വരുത്താനാണ്. എന്നാൽ ഇന്ന് രാത്രി ഞങ്ങൾ കുന്നത്തുംകാലുകാരോട് പറയാം, പിശാച് എന്തെല്ലാം പദ്ധതി ഇറക്കിയിട്ടും യേശു കർത്താവിൻ്റെ വരവ് കാത്തിരിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, അവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൺവെൻഷൻ്റെ സമാപന രാത്രിയിൽ ഗ്രൗണ്ടിൽ വന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവും ഞാൻ പറയാം, പിശാചിൻ്റെ പദ്ധതികൾ പരാജയപ്പെടും, ദൈവത്തിൻ്റെ പദ്ധതി വിജയിക്കും. നിന്നെക്കുറിച്ചുള്ള, നിൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള, നിൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള സാത്താൻ്റെ പദ്ധതികൾ പരാജയപ്പെടും, ദൈവത്തിൻ്റെ പദ്ധതി വിജയിക്കും. വിശ്വസിക്കുന്നവർക്കായി ഉയർത്തിപ്പിടിച്ചേ വായം തുറന്ന് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ദുഷ്ടപിശാചികൾക്ക് പറ, ദുഷ്ടപിശാചേ, എന്നെക്കുറിച്ചുള്ള, എൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള, എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള നിൻ്റെ പദ്ധതികൾ പരാജയപ്പെടും, എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി വിജയിക്കും. കരമടിച്ച് വാ തുറന്ന് അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ. വാ തുറന്നാട്ട് ശക്തിയോട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, നിൻ്റെ പദ്ധതികൾ പരാജയപ്പെടും. ഹല്ലേലൂയ! നിൻ്റെ പ്ലാനുകൾ പരാജയപ്പെടും, എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി വിജയിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് വർക്ക് ചെയ്യുന്നില്ലേ ഫീഡ്ബാക്ക്? ഇത്തിരി ഈ ഫീഡ്ബാക്ക് അല്ല തിരിച്ചു വെച്ചോ. കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരുമെന്നതിന് 7 സാക്ഷി തെളിവുകൾ വിശുദ്ധ ബൈബിളിലുണ്ട്. എൻ്റെ പ്രഭാഷണം ഈ ഗ്രൗണ്ടിൽ വന്ന ദൈവമക്കളെ മാത്രം ഉദ്ദേശിച്ചല്ല, പുറത്ത് കേൾക്കുന്നവരുടെ ഉദ്ദേശിച്ചാണ്. കാരണം ഇവിടെ ഒത്തിരി ദൂരെ മതിനെ വളരെ ദൂരെ ഉച്ചഭാഷിണി എത്തുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിലെ കൺവെൻഷനുകളുടെയും ഇവിടുത്തെയും നമ്മൾ വ്യത്യാസം, ഞങ്ങളുടെ നാട്ടിലെ കൺവെൻഷന് ഗ്രൗണ്ടിൽ പോലും കേൾക്കാനൊക്കാത്ത പോലെ മൈക്ക് വെക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ നാട്ടിൽ എല്ലാ പക്ഷിക്കും ചിലയ്ക്കാം, പെന്തക്കോസ് പക്ഷിക്ക് ചിലയ്ക്കാനൊക്കെ ഇല്ല. പക്ഷെ ഇവിടെ ദൈവം നിങ്ങൾക്കുന്ന സ്വാതന്ത്ര്യത്തിനായി ഒരിക്കൽ കൂടെ കൈവീർത്തി സ്വാതന്ത്ര്യം. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇത് ദൂരെ ആളുകൾ കേൾക്കട്ടെ. യേശു കർത്താവ് മടങ്ങി വരുമെന്നതിന് 7 സാക്ഷി തെളിവുകൾ വിശുദ്ധ ബൈബിളിലുണ്ട്. ഒന്ന്, പഴയ നിയമ ഭക്തന്മാരുടെ സാക്ഷ്യം. പഴയ നിയമഭക്തന്മാരായ ഹനോക്ക്, ബിലയാം, ഇയോബ്, മോശ, യെശയ്യാവ്, ഇരമ്യാവ്, എഗസ്കേൽ, ദാനിയേൽ, ഹഗായി, മലാക്കി എന്നിവരെല്ലാം യേശു കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിനെക്കുറിച്ച് പ്രവചിച്ചതിൻ്റെ ഇരട്ടിയിലധികം പ്രാവശ്യം അവൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, യേശു കർത്താവ് ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് അവൻ എവിടെ ജനിക്കുമെന്ന് പ്രവചനമുണ്ടായിരുന്നു. അവൻ എവിടെ വളരുമെന്ന് പ്രവചനമുണ്ടായിരുന്നു. അവനെവിടെ മരിക്കുമെന്ന് പ്രവചനമുണ്ടായിരുന്നു.
മരണശേഷം അവൻ്റെ അവസ്ഥ എന്താകുമെന്ന് പ്രവചനമുണ്ടായിരുന്നു. ഒന്നുകൂടെ വ്യക്തമാക്കിയാൽ, ഈ വേദപുസ്തകത്തിൽ 2/3 ഭാഗം പ്രവചനമാണ്. വേദപുസ്തകത്തിലെ ആകെ പ്രവചനങ്ങളിൽ പകുതിയോളം പ്രവചനങ്ങൾ നിവർത്തിക്കപ്പെട്ടു. നിവർത്തിയായ പ്രവചനങ്ങൾ, ഇനിയുള്ള പ്രവചനം നിവർത്തിക്കപ്പെടും എന്നതിൻ്റെ ഉറപ്പാണ്. സ്തോത്രത്തിന് ഇത്രയും ശക്തി പോരാ. ദൈവവൈതലെ, കഴിഞ്ഞ നാളുകളിൽ നിന്റെ കണ്ണുനീരിന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം അരുളിയൊരു ദൈവമുണ്ടെങ്കിൽ ഈ രാത്രിയിലും നിന്റെ പ്രാർത്ഥനയ്ക്ക് അവൻ ഉത്തരം അരുളും. കയ്യൊന്നടിച്ചോ, ശക്തിയോട് വാ തുറന്ന് പറ, ഓ ഉഷമാ റകുനിയ, കഴിഞ്ഞ നാളിൽ എൻ്റെ കണ്ണുനീരിന് ഉത്തരം തന്ന ദൈവമുണ്ടെങ്കിൽ ഇന്നും അവൻ മറുപടി തരുന്ന ദൈവമത്രേ. യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോന്നും പ്രവചനത്തിന് നിവർത്തിയായിരുന്നു. യേശു കർത്താവ് ഓരോന്ന് ജീവിതത്തിൽ സംഭവിക്കുമ്പോഴും പറഞ്ഞു, തിരുവെഴുത്ത് നിവർത്തിയാകുവാൻ ഇങ്ങനെ സംഭവിച്ചു, തിരുവെഴുത്ത് നിവർത്തിയാകുവാൻ ഇങ്ങനെ സംഭവിച്ചു, തിരുവെഴുത്ത് നിവർത്തിയാകുവാൻ ഇങ്ങനെ സംഭവിച്ചു. യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം തിരുവെഴുത്തിൻ്റെ നിവർത്തിയായിരുന്നെങ്കിൽ എൻ്റെ കർത്താവ് അറിയാതെ, അവൻ അനുവദിക്കാതെ നിനക്കൊന്നും സംഭവിക്കില്ല. എത്ര പേർക്ക് ഉറപ്പുണ്ട്, എൻ്റെ കർത്താവ് അറിയാതെ, എൻ്റെ ദൈവം അനുവദിക്കാതെ എനിക്കൊന്നും സംഭവിക്കില്ല? ദൈവം അറിയാതെ, അനുവദിക്കാതെ ഒരുവൻ നിന്റെ നേരെ നിൽക്കില്ല. ദൈവം അറിയാതെ, അനുവദിക്കാതെ ഒരുവൻ നിന്റെ നേരെ വിരൽ ചൂണ്ടില്ല. കൈ ഉയർത്തിയ ശക്തിയോടെ സ്തോത്രം പറഞ്ഞ്. നമ്മുടെ കർത്താവ് ഇങ്ങനെ ക്രൂശിൽ കിടക്കുമ്പോൾ പിലാത്തോസ് കൽപ്പിച്ചു, ക്രൂശിൽ കിടക്കുന്ന ആളുകളുടെ കാൽമുട്ട് തല്ലി ഓടിക്കണം. കാരണം രക്തം മാർന്നവർ മരിക്കണം. പിറ്റേ ദിവസം ശബത്താൻ, ആ രാത്രിയിൽ അവർ മരിക്കണം, അല്ലെങ്കിൽ പിറ്റേ ദിവസം അവർ ശബത്തെ തൊടില്ല. നമ്മൾ വായിക്കുന്ന യോഹന്നാന്റെ സുവിശേഷത്തിൽ പടയാളികൾ വന്നു, യേശു കർത്താവിൻ്റെ അപ്പുറത്ത് കിടന്ന കള്ളൻ്റെയും ഇപ്പുറത്ത് കിടന്ന കള്ളൻ്റെയും കാൽമുട്ട് തല്ലി ഓടിച്ചു. പക്ഷെ കർത്താവിൻ്റെ അരികിൽ വന്നപ്പോൾ അവൻ മരിച്ചതിനാൽ അവൻ്റെ മുട്ടുകൾ ഒടിച്ചില്ല. അവിടെ കൊണ്ട് തീർന്നില്ല പാസ്റ്ററേ, അവൻ്റെ അസ്ഥികളൊന്നും ഒടിഞ്ഞു പോകുകയില്ല എന്ന് തിരുവെഴുത്ത് നിവൃത്തിയാകാൻ അങ്ങനെ സംഭവിച്ചു. ഓ ഭാഷഗ്നിയ, ഇവനങ്ങ് പോയാൽ മതി. അങ്ങോട്ട് പോയ പടയാളി വന്ന് തിരിച്ച് എൻ്റെ കർത്താവിൻ്റെ മാർവിൽ ഒരു കുന്തം കൊണ്ട് കുത്തി ഇറക്കി. അപ്പോൾ പറഞ്ഞേ, രക്തവും വെള്ളവും വന്നു. അതിൻ്റെ അർത്ഥം ഇനി നിനക്ക് വേണ്ടി ഊറ്റാൻ ആ ശരീരത്തിൽ രക്തമില്ല. പക്ഷെ അവിടെ കൊണ്ടും തീർന്നില്ല. നിനക്കങ്ങ് പോയാൽ പോരെ, നീ എന്തിനാ എൻ്റെ കർത്താവിൻ്റെ മാർവിൽ കുത്തിയത്? അവിടെ എഴുതിയിരിക്കുന്നു, അവർ കുത്തിയവങ്കലേക്ക് നോക്കുവെന്നുള്ള പ്രവചനം നിവർത്തിക്കപ്പെടുവാൻ അങ്ങനെ സംഭവിച്ചു. എൻ്റെ ദൈവം അനുവദിക്കാതെ ഒരുവൻ നിന്നെ തൊടില്ല, ഒരുത്തൻ നിന്റെ നേരെ നിൽക്കില്ല. കൈയടിച്ചു വാ തുറന്ന് ശക്തിയോടെ ആരാധിച്ചോണ്ട് പറ, ദുഷ്ടപിശാചേ, എൻ്റെ ദൈവം അനുവദിക്കാതെ നിനക്കെന്നെ തൊടാൻ കഴിയില്ല, എൻ്റെ തലമുറയെ തൊടാൻ കഴിയില്ല. ശക്തിയോടെ വാ തുറക്ക്, യേശുവിൻ്റെ നാമത്തിൽ പറ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചെല്ലാം തിരുവെഴുത്തിൻ്റെ നിവർത്തിയായിരുന്നു. യൗച്ചഭാഷയോടെ ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് രാത്രി ഞങ്ങൾ വിളിച്ചു പറയട്ടെ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ജനിച്ചതുപോലെ ലോകത്തിലാരും ജനിച്ചിട്ടില്ല. ഞങ്ങളുടെ കർത്താവ് ജീവിച്ചതുപോലെ ലോകത്തിലാരും ജീവിച്ചിട്ടില്ല. ഞങ്ങളുടെ കർത്താവ് മരിച്ചതുപോലെ ലോകത്തിലാരും മരിച്ചിട്ടില്ല. ഞങ്ങളുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റതുപോലെ ലോകത്തിലാരും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ഞങ്ങളുടെ കർത്താവ് മടങ്ങി വരാൻ പോകുന്ന പോലെ ലോകത്തിലാരും മടങ്ങി വരാൻ പോകുന്നുമില്ല. ഹല്ലേലൂയ. വളരെ ചിന്തിക്കാനുണ്ട്. ഒന്ന്, ഇത് നിങ്ങളുടെ ഉള്ളിൽ പതിയണം. അതുകൊണ്ട് ഇങ്ങനെ കുഞ്ഞുങ്ങളെ പോലും. ഒന്ന്, പഴയ നിയമ ഭക്തന്മാരുടെ സാക്ഷ്യം മറക്കരുത്, ഞാൻ ചോദിക്കും. 2, പുതിയ നിയമ ഭക്തന്മാരുടെ സാക്ഷ്യം. പുതിയ നിയമം എഴുതിയത് 4 സുവിശേഷങ്ങൾ, 4 വ്യക്തികൾ, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ഈ 4 പേരും യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ച് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 5 പേർ ചേർന്നാണ് ലേഖനങ്ങൾ എഴുതിയത്, 21 ലേഖനങ്ങൾ. 21 ലേഖനത്തിലും പ്രത്യക്ഷമായോ പരോക്ഷമായോ കർത്താവിൻ്റെ വരവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്.
വേദപുസ്തകത്തിലെ അവസാന പുസ്തകം വെളിപ്പാട് പുസ്തകം. 2 രാത്രിയിൽ ഇവിടെ പ്രസംഗിച്ചത് വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന്. ഞാനും 1:7 പ്രസംഗിക്കാൻ വന്നതാണ്. അപ്പോൾ ഇന്നൊരു ചേഞ്ച് ആട്ടെന്ന് വിചാരിച്ചു. പക്ഷേ വിഷയം ഒന്ന് തന്നെ, എവിടെ കറങ്ങിയാലും ഓടത്ത് വരും. പ്രൈസ്. ഞാൻ ചോദിച്ചു, ഞാൻ ചിലയിടത്തെല്ലാം ചോദിക്കും എന്താ പ്രസംഗിച്ചതെന്ന്, അതിലേക്കൊക്കെ വരാം. അപ്പോൾ ഈ വെളിപ്പാട് പുസ്തകം യേശുക്രിസ്തുവിൻ്റെ വരവും അനന്തര സംഭവങ്ങളുമാണ്. അപ്പം 1 പഴയ നിയമഭക്തന്മാരുടെ സാക്ഷ്യം, 2 പുതിയ നിയമഭക്തന്മാരുടെ സാക്ഷ്യം, 3 സ്വർഗീയ ദൂതന്മാരുടെ സാക്ഷ്യം. അപ്പോസ്തല പ്രവൃത്തി 1:10-11 വാക്യങ്ങളിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സ്വർഗത്തിലേക്ക് കയറിപ്പോകുമ്പോൾ ഇടകർത്തിയ മൂഢരായി ആകാശക്ക് നോക്കി നിന്ന ശിഷ്യന്മാരോട് ദൂതന്മാർ പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ മടങ്ങി വരും. അപ്പം ദൂതന്മാരുടെ സാക്ഷ്യം. 3 ദൂതന്മാരുടെ സാക്ഷ്യം കുറിക്കുന്നവർ കുറിച്ചു. 4 പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷ്യം. 2 തെസ്സലോനിക്ക ലേഖനം 2:7 നാം ഇങ്ങനെ വായിക്കുന്നു, അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്, എന്നാൽ അധർമ്മമൂർത്തി പ്രത്യക്ഷപ്പെടാതിരിക്കാൻ കാരണം തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോകണം. ദൈവത്തിൻ്റെ സഭയെ പരിശുദ്ധാത്മാവ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുക്കം തീരുമ്പോൾ പരിശുദ്ധാത്മാവ് സഭയുമായി പോകും. അബ്രഹാം എലയാസറിനെ ഇസഹാക്കിന് വേണ്ടി റിബേക്കയെ ഒരുക്കാൻ വിട്ടതുപോലെ പരിശുദ്ധാത്മാവ് സഭയെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷ്യം എന്താണെന്നറിയാമോ? അവൻ വരും, അവൻ വരും. ഞാനിങ്ങോട്ട് കയറി വന്നപ്പോൾ നമ്മുടെ സഹോദരൻ, എനിക്ക് വലിയ സന്തോഷം തോന്നി, ഇതൊക്കെ വരുന്നുണ്ട്, യേശു വരാറായെന്ന. അന്ന് കൈ ഒന്ന് ഉയർത്തി വാ തുറന്ന് പറ, ഞങ്ങളുടെ കർത്താവ് വരാറായി. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നാട്ടുകാരെ, ഇവിടെ പാപം പെരുകിക്കഴിഞ്ഞു, വഷളത്വം വർദ്ധിച്ചു കഴിഞ്ഞു, ദുഷ്ടത പെരുകിക്കഴിഞ്ഞു. എന്നാൽ എന്തുകൊണ്ട് ദൈവം ന്യായവിധി അയക്കുന്നില്ല? പാപം പെരുകാഞ്ഞിട്ടല്ല, ദുഷ്ടത വർദ്ധിക്കാഞ്ഞിട്ടല്ല, വഷളത്വം പെരുകാഞ്ഞിട്ടല്ല ദൈവത്തിൻ്റെ ന്യായവിധി വരാത്തത്. ദൈവത്തെ കൊണ്ട് കഴിയാത്ത, ദൈവം ഒരിക്കലും ചെയ്യാത്ത, ഇത് നെഗറ്റീവ് അല്ല പോസിറ്റീവ്, 10 കാര്യങ്ങൾ വിശുദ്ധ ബൈബിളിലുണ്ട്. അതിലൊരു കാര്യം, ദുഷ്ടനോടുകൂടെ നീതിമാനെ നശിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയില്ല. പാപം എത്ര പെരുകിയാലും നോഹ പെട്ടകത്തിൽ കിടക്കാതെ ദൈവം ന്യായവിധിയുടെ വെള്ളം ഇറക്കില്ല. പാപം എത്ര വർദ്ധിച്ചാലും ലോത്ത് സോതോം വിടാതെ ദൈവം തീ സോതോമിൽ ഇറക്കില്ല. ഇന്ന് രാത്രി ഞങ്ങൾ ഈ നാട്ടുകാരോട് പറയാം, പാപം പെരുകാഞ്ഞിട്ടല്ല, ദുഷ്ടത പെരുകാഞ്ഞിട്ടല്ല, വഷളത്വം പെരുകാഞ്ഞിട്ടല്ല ദൈവത്തിന് ന്യായവിധി താമസിക്കാൻ കാരണം സ്തോത്രം പറയുന്ന, ഹല്ലേലൂയ പറയുന്ന, ആരാധിക്കുന്ന ദൈവത്തിൻ്റെ സഭ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. കൈകളടിച്ച ശക്തിയോടെ അന്യഭാഷ ദൈവത്തെ മഹത്വപ്പെടുത്തിക്ക്. ദൈവത്തിൻ്റെ സഭ ഇവിടെ ഉള്ളത് കൊണ്ട് സ്തോത്രം പറയുന്നതിൻ്റെ വില, ആരാധിക്കുന്നതിൻ്റെ വില, ഹല്ലേലൂയ പറയുന്നതിൻ്റെ വില നിനക്കറിഞ്ഞുകൂടാ. അധികം താമസിയാതെ നീ മനസ്സിലാക്കാൻ പോകുകയോ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. വേദവസവും പറഞ്ഞു കേൾക്കണോ? ശയാപ്പോനം, ഭൂമി പൊടുപടെ പൊട്ടും, ഭൂമി കിറുകിറ കിറുങ്ങും, ഭൂമി മത്തനെ പോലെ ചാഞ്ചാടും, ഭൂമി കാവൽ മാടം പോലെ ആടും. സ്വർഗത്തിലെ ദൈവം റബ്ബർ ബന്ദ് തട്ടുന്ന പോലെ ഈ ഭൂമിയെ തട്ടും. എന്നാൽ ഇപ്പോൾ തട്ടാത്തത് തൻ്റെ രക്തത്തിൻ്റെ വിലയർത്ഥം, തൻ്റെ ചങ്കിലെ ചോരയാൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട തൻ്റെ മണവാട്ടി ദൈവത്തിൻ്റെ സഭ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. ഓ, ശക്തിയോടെ കർത്താവിനെ ആരാധിച്ചേ ദൈവമക്കളെ. സ്തോത്രം പറയുന്നതിൻ്റെ വില, ആരാധിക്കുന്നതിൻ്റെ വില നിനക്കറിഞ്ഞുകൂടാ. എന്നാൽ നിങ്ങൾ അറിയാൻ പോകുകയാ. മുള്ളുകടലിലെ താമരകൾ മാറ്റപ്പെട്ടാൽ മുള്ളുകളെ കൊണ്ടിവിടെ നിറയാൻ പോകുകയാണ്. ചെന്നായിക്കളുടെ നടുവിലെ കുഞ്ഞാടുകൾ മാറ്റപ്പെട്ടാൽ ചെന്നായിക്കളെ കൊണ്ടിവിടെ നിറയാൻ പോകുകയാണ്. ഇരുണ്ട സ്ഥലത്തെ ജ്യോതിർഗോളങ്ങളെ പോലെ പ്രകാശിക്കുന്ന ദൈവസഭ മാറ്റപ്പെട്ടാൽ അന്ധകാരം കൊണ്ട് ഈ ഭൂമി നിറയാൻ പോകുകയാണ്. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭൂമി പൊടുപടെ പൊട്ടും, കിറുകിറ കിറുങ്ങും, മത്തനെ പോലെ ചാഞ്ചാടും. തുടക്കം ആരംഭിച്ചിട്ടുണ്ട്. ലോകം മുഴുവൻ ഭീതിയിലാണ്. എപ്പോൾ എവിടെ എന്നാ സംഭവിക്കുന്ന അറിയില്ല. ഞങ്ങൾ ഈ ടൗണുകളിലൂടെയൊക്കെ, ഞാൻ കഴിഞ്ഞ ചില ആഴ്ച എനിക്ക് തോന്നുന്നു പാസ്റ്റർ വിളിക്കുമ്പോൾ അതിന് മുമ്പൊക്കെ ഞാൻ കുവൈറ്റിലാണ്. അതുകൂടാതെ ഞാൻ വന്നിട്ട് ഇറങ്ങിയിട്ട് ഞാൻ ബാംഗ്ലൂരുമാണ്. ഈ പട്ടണങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കണ്ണെത്താ ദൂരം വരെ വലിയ ബിൽഡിങ്ങുകൾ നിൽക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, ദൈവമേ, ഈ റിക്ടർ സ്കെയിലിൽ 5.5
6.2 4.5 ഒക്കെ ഒരു ഭൂമി കുലുക്കം 2 സെക്കൻഡ് ഉണ്ടായാൽ മതി, എല്ലാം തീരും ഇല്ലേ? ഇപ്പം തിരുവനന്തപുരം പട്ടണത്തിലൂടെ നെയ്യാറ്റിൻകരയുടെ പോകുമ്പോൾ നിങ്ങൾ ഓർക്കണം, തമ്പുരാൻ 2 സെക്കൻഡ് ഈ ഭൂമിയെ കുലുക്കിയാൽ സകല പണി ഇടിഞ്ഞ് താഴെ വീഴും. ഒന്നുകൂടെ ഞാൻ പറയാം, ആരും അഹങ്കരിക്കരുത്, ആരും നിഗളിക്കരുത്. നിന്റെ വർഷങ്ങളുടെ പണി ഇല്ലാതാക്കാൻ ദൈവത്തിന് അധിക നേരം വേണ്ട. 2 സെക്കൻഡ് തമ്പുരാൻ ഭൂമിയെ കുലുക്കിയാൽ സകല പണി ഇടിഞ്ഞ് താഴെ വീഴും. പോരാ, ശക്തിയോടെ കൈയടിച്ച് വാ തുറന്ന് അന്യഭാഷ ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഇത് കുലുങ്ങാത്തതിന്റെ കാരണം ദൈവസഭ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ 1 പഴയ നിയമഭക്തന്മാരുടെ സാക്ഷ്യം, 2 പുതിയ നിയമഭക്തന്മാരുടെ സാക്ഷ്യം, 3 പറഞ്ഞേ ദൂതന്മാരുടെ സാക്ഷ്യം, 4 പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷ്യം. ഞാൻ സാക്ഷികളെ കൊണ്ട് നിർത്തുക. 5-ാമത്തെ സാക്ഷ്യം സഭയുടെ സാക്ഷ്യം, ദൈവസഭയുടെ സാക്ഷ്യം. എന്താണ് ദൈവസഭയുടെ സാക്ഷ്യം? വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 16-ാം അധ്യായം 22-ാം വാക്യം. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ, നമ്മുടെ കർത്താവ് വരുന്നു. ഒന്നുകൂടെ വായിച്ചു, ശക്തിയോട് വായിച്ചു. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ, നമ്മുടെ കർത്താവ് വരുന്നു. കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ, നമ്മുടെ കർത്താവ് വരുന്നു. ഇത് കൊരിന്ത്യർ ലേഖനം പൗലോസ്ലീഹയുടെ കൺക്ലൂഷൻ വാചകമാണ്. അവസാന വാക്യമാണത് കൊരിന്ത്യർ ലേഖനത്തിലെ അവസാന വാക്യം. എന്നാൽ പിൽക്കാലങ്ങളിൽ സഭയുടെ സല്യൂട്ടേഷനായി ഇത് മാറി, വന്ദന സ്വരമായി ഇത് മാറി. എന്താണ് വന്ദന സ്വരം? മാറാ നാഥ അനാഥമ. ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയെ കാണുമ്പോൾ സല്യൂട്ട് ചെയ്യുന്നത്, വന്ദനം ചൊല്ലുന്നത് ഇത് പറഞ്ഞായിരുന്നു, മാറാ നാഥ അനാഥമ. അതിലേക്ക് വരാം. ലോകത്ത് അനേക ഇടങ്ങളിൽ സല്യൂട്ടേഷൻസ് ഉണ്ട്, വന്ദനമുണ്ട്. ഇന്ത്യക്കാരെങ്ങനെയാ വന്ദനം പറയുന്നേ? എങ്ങനെയാ ദേവദാസന്മാരെ? എന്താ ഇന്ത്യക്കാർ പറയുന്നേ? ഒന്ന് പറയുന്നേ, നമസ്തേ. ഗൾഫുകാരോ അറബികളോ? സലാം വലൈക്കും, വലൈക്കും സലാം. ഇസ്രായേൽക്കാർ പറയും ഷാലോം. അങ്ങനെയാണ് നമ്മൾ പെന്തക്കോസുകാരെന്നാ പറയുന്നത്. അയ്യോ, ഒന്ന് ഉറക്കം പറ. പ്രൈസ് ദി ലോർഡ്. ഇപ്പം ഞങ്ങളുടെ അവിടെയൊക്കെ ആണെങ്കിൽ ഒരാൾ പ്രൈസലോട് അങ്ങോട്ട് കൊടുക്കുമ്പോൾ മറ്റേ പുള്ളി ഇങ്ങോട്ട് ചോദിക്കും, പുതിയ വിശ്വാസി ആയിരിക്കില്ലയോ? പഴയ പുള്ളി ഇപ്പം പ്രൈസലോട് പറയില്ല. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. അല്ലേ എന്തോ പറയും? സ്തോത്രം, സ്തോത്രം. ഉറക്കെയൊന്ന് പറഞ്ഞേ, സ്തോത്രം ഒന്ന്. പ്രൈസ് ലോർഡ്. എന്നോട് പല ആളുകൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ പെന്തക്കോസുകാർ തമ്മി കാണുമ്പോൾ ഈ സ്തോത്രം കൊടുക്കുന്നത് എന്തിനാണ്? നമ്മൾ തമ്മി സ്തോത്രം കൊടുക്കുകയല്ല. നമ്മൾ ഈ സ്തോത്രം പറയുന്നൊരു അർത്ഥമുണ്ട്, ഇതുവരെ അറിയില്ലെങ്കിൽ ഇന്ന് അറിഞ്ഞോണം. അതെന്താണെന്നറിയാമോ? ഒരു സെക്കൻഡിൽ 6 പേർ വീതം, ഒരു മിനിറ്റിൽ 360 പേർ വീതം, ഒരു മണിക്കൂറിൽ 21,400 പേർ വീതം, ഒരു ദിവസം 5,18,000-ത്തിലധികം പേർ വീതം ഈ ലോകത്തോട് യാത്ര പറയുകയാണ്. നിങ്ങളും ഞാനും കഴിഞ്ഞ രാത്രി യോഗത്തിന് വന്ന് മടങ്ങി വീട്ടിൽ പോയി വീണ്ടും ഇവിടെ വന്ന നേരം കൊണ്ട് 5,18,000-ത്തിലധികം ആളുകൾ ലോകത്തോട് യാത്ര പറഞ്ഞു. അതൊരാൾ നിങ്ങളും ഞാനും ആകാഞ്ഞത് നിങ്ങളുടെയും എൻ്റെ മിടുക്കല്ല, തമ്പുരാൻ്റെ കരുണയാണ്. അങ്ങനെയാണ് ഒരു ഞായറാഴ്ച നമ്മൾ ആരാധിച്ച് പിരിഞ്ഞ് അടുത്ത ഞായറാഴ്ച നമ്മൾ വരുമ്പോഴത്തേന് 7-35 ലക്ഷം ആളുകൾ ഭൂവിൽ കാണില്ല. നമ്മൾ തമ്മി സ്തോത്രം പറയല്ലച്ചാ. നമ്മൾ സ്തോത്രം പറയുന്നതിൻ്റെ അർത്ഥം, സഹോദര സഹോദരി, നാം തമ്മിൽ കണ്ടുപിരിഞ്ഞ ശേഷം എത്രയോ ലക്ഷങ്ങൾ ലോകത്തോട് യാത്ര പറഞ്ഞു. വീണ്ടും കാണാൻ കൃപ തന്ന ദൈവത്തിന് സ്തോത്രം. നിന്റെ സഹോദരനെ വീണ്ടും കണ്ടതിൽ സന്തോഷമുണ്ട്, കൈ ഉയർത്തി സ്തോത്രം പറ. സഹോദരിയെ കണ്ടതിൽ സന്തോഷമുണ്ട്, സ്തോത്രം പറ. കൈ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത്. കരമൊന്ന് ഉയർത്താൻ കഴിഞ്ഞാൽ കൃപയാ, കൈയൊന്നാട്ടാൻ കഴിഞ്ഞാൽ കൃപയാ, കരമൊന്നടിക്കാൻ കഴിഞ്ഞാൽ കൃപയാ, വായൊന്ന് തുറക്കാൻ കഴിഞ്ഞാൽ കൃപയാ, തുറന്ന വാ അടയ്ക്കാൻ കഴിഞ്ഞാൽ കൃപയാ. കൃപ കൃപ കൃപ. വാ തുറന്ന് അന്യഭാഷയിൽ ശക്തിയോടെ കരമടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്ത കൃപയാണ്. കൃപ കൃപ കൃപ. ഓരോ സെക്കൻഡ് ഇവിടെ ബലത്തോടായിരിക്കുന്ന കൃപയാ. വേദവസ ഒരു വാക്യമുണ്ട്,
ദൈവമേ ജീവനും യോബിൻ്റെ പുസ്തകമാണ്. ദൈവമേ ജീവനും കൃപയും നീ എനിക്ക് നൽകി, നിന്റെ കടാക്ഷം എൻ്റെ ശ്വാസത്തെ പരിപാലിക്കുന്നു എന്ന് പറഞ്ഞാൽ പാസ്റ്റർ ബി മോനച്ചൻ എന്ന ഞാനിവിടെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾ കാണാതെ ഒരു കരം എൻ്റെ ശ്വാസമകത്തേക്ക് തള്ളുക. ഒരു തവണ ദൈവത്തിൻ്റെ കരം ആ ശ്വാസം തള്ളിയില്ലെങ്കിൽ ഞാനിവിടെ പിടഞ്ഞു വീഴും. 100 ഡോക്ടർമാരിവിടെ ഉണ്ടെങ്കിലും അവർക്ക് എന്നെ സഹായിക്കാൻ കഴിയില്ല. അതേ സഹോദര, നീ കാണാതെ ഒരു കരം നിന്റെ ശ്വാസമകത്തേക്ക് തള്ളുന്നു. സഹോദരി, നീ കാണാതെ ഒരു കരം നിന്റെ ശ്വാസം അകത്തേക്ക് തള്ളുന്നു. നിന്റെ മടിയിരിക്കുന്ന കുഞ്ഞിൻ്റെ ശ്വാസം നീ കാണാതെ ഒരു കരം അകത്തേക്ക് തള്ളുന്നു. ഈ രാത്രി ഞാൻ വിളിച്ചു പറയാം, നീ വാരി വിഴുങ്ങുന്ന ഗുളികയുടെ ശക്തിയോ നിന്നെ നോക്കുന്ന ഡോക്ടറുടെ നൽപ്പോ ഹോസ്പിറ്റലിൻ്റെ വലിപ്പമോ കൊണ്ട് അല്ല ഇന്ന് രാത്രി ഇവിടുന്ന് സ്തോത്രം പറയുന്നത്. നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി തീരാത്ത കൊണ്ടാണ്. പോരാ, ശക്തിയോട് കരമടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കേ. Praise the Lord. Hallelujah. Hallelujah. എന്താ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇന്നത്തെ തന്നെ ആക്സിഡൻറ്റുകൾ, ഈ അടുത്ത ദിവസങ്ങളൊക്കെ 3-4 കൊച്ചുങ്ങൾ 11 പിള്ളേർ ഒന്നിച്ചൊരു വണ്ടിയെ കയറി സിനിമ കാണാൻ പോയത് രാത്രി. 5 മിനിറ്റ് കഴിഞ്ഞാൽ അവരെത്തും, പക്ഷേ അതിനു മുമ്പ് തകർന്നു. 4-5 കുഞ്ഞുങ്ങൾ കാണാം. CCTV പരീക്ഷയും കഴിഞ്ഞ് നടന്നു പോവാം പെൺകൊച്ചുങ്ങൾ. ആ സ്പോട്ടിലെത്തിയപ്പോൾ ലോറി അവിടെ മണ്ടയ്ക്കോട്ട് മറിഞ്ഞേക്കുന്നു. ഇന്ന് 2-3 ഉണ്ട്, ഇന്നും ഉണ്ട്. ഞാനൊരു ദൂത് വിളിച്ച് പറയാം, വീതിയിൽ നിന്നും വിശാല സ്ഥലത്തു നിന്നും യുവാക്കന്മാരെയും പൈതങ്ങളെയും തട്ടിക്കൊണ്ടു പോകാൻ റോഡുകളിൽ മരണം പതിയിരിപ്പ് നടത്തുന്നുണ്ട്. എഗസ്കേൽ 7:25 മക്കളെ, ഞാനിത് കുറിച്ച് തന്നിട്ടില്ല, പെട്ടെന്ന് വായിച്ചോ. എഗസ്കേൽ പ്രവചനം 7-ാം അധ്യായം 25-ാം വാക്യം. ഇതൊരു പ്രവചനമാണ്. എഗസ്കേൽ 7, ദ ഡേ ഓഫ് ദ ലോർഡ്, യഹോവയുടെ ദിവസം എന്നാണ് ഇവിടുത്തെ പ്രതിപാദ്യ വിഷയം. യഹോവയുടെ ദിവസം വരുമ്പോൾ സംഭവിക്കേണ്ട പല കാര്യമുണ്ട്. വായിച്ചോ മോളെ, കേട്ടോ. നാശം വരുന്നു, അവർ സമാധാനം അന്വേഷിക്കും, എന്നാൽ അതില്ലാതിരിക്കും. അപകടത്തിന്മേൽ അപകടവും ശ്രുതിമേൽ ശ്രുതിയും വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതെന്താ? നാശം വരുന്നു, അവർ സമാധാനം അന്വേഷിക്കും, എന്നാൽ അല്ലാതിരിക്കും. അവിടെ എഴുതിയിരിക്കുന്നത് അപകടത്തിന്മേൽ അപകടം, ശ്രുതിമേൽ ശ്രുതി. ഇംഗ്ലീഷിൽ ഡിസാസ്റ്റർ ആഫ്റ്റർ ഡിസാസ്റ്റർ, ആക്സിഡന്റ് ആഫ്റ്റർ ആക്സിഡന്റ്. ശ്രുതിമേൽ ശ്രുതി എന്ന ഇംഗ്ലീഷിൽ ന്യൂസ് ആഫ്റ്റർ ന്യൂസ്. ഒരപകട വാർത്ത കേട്ടതിൻ്റെ പുറകാലെ അടുത്ത അപകട വാർത്ത നീ കേൾക്കും. കാരണം ദുഷ്ടപിശാച് തലമുറകളെ തകർക്കുന്നു. ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ വന്ന ദൈവമക്കളോട് ഞാൻ പരിശുദ്ധാത്മാവിൽ ദൂത് പറയുന്നു. നിന്റെ പ്രിയപ്പെട്ടവൻ വാഹനവുമായി റോഡിലിറങ്ങുമ്പോൾ, നിന്റെ കുഞ്ഞ് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ, അരി കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ, പാത്രം തേച്ചുകൊണ്ടിരിക്കുമ്പോൾ, കറി കരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, നിന്റെ പ്രിയപ്പെട്ടവനെ ഓർത്ത്, നിന്റെ കുഞ്ഞിനെ ഓർത്ത് നീ പ്രാർത്ഥിക്കണം. നീ സ്തോത്രം പറയണം. നീ പ്രാർത്ഥിച്ചാൽ, നീ സ്തോത്രം പറഞ്ഞാൽ, നിന്റെ കുഞ്ഞായിരിക്കുന്നിടത്ത്, നിന്റെ പ്രിയപ്പെട്ടവനായിരിക്കുന്നിടത്ത് രക്തം അവൻ അടയാളമായിരിക്കും. പുറയിരിക്കുന്ന പാസ്റ്റർമാർ ഉറങ്ങരുത്, കൈയടിച്ച് വാദം ദൈവത്തെ സ്തുതിച്ചോണം. ഞാൻ പുറയിലും മുമ്പിലും ഒക്കെയാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ശക്തിയോടെ സ്തോത്രം പറഞ്ഞേ. ഈ രാത്രിയിൽ യേശുവിൻ്റെ നാമത്തിൽ പറയാം, നീ പ്രാർത്ഥിച്ചാൽ നിന്റെ തലമുറയായിരിക്കുന്നിടത്ത് രക്തം അവൻ അടയാളമായിരിക്കും. ഈ രാത്രി ഒരു പ്രവചനം ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാം. ചെറുപ്പക്കാരോട് പറയട്ടെ, കുഞ്ഞെ, നിന്നെ റോഡ് ആക്സിഡന്റ് മാറ്റപ്പെടുത്തുവാൻ, നിന്റെ കൈ കാലുകളെ ഒടിച്ചു കളയുവാൻ, വഴിയിൽ നിന്നെ ചതച്ചരച്ച് കളയുവാൻ ദുഷ്ടപിശാച് പലവട്ടം പദ്ധതി തയ്യാറാക്കിയപ്പോഴും നീ അറിയാതെ ഒരു കരം നിന്നെ എടുത്തു മാറ്റിയിട്ടുണ്ട്, നിന്നെ പൊക്ക് മാറ്റിയിട്ടുണ്ട്. കാരണം എന്തെന്നറിയാമോ? ആരോ നിനക്ക് വേണ്ടി കരയുന്നുണ്ട്, ആരോ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ആരോ നിനക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നുണ്ട്. ഒന്നുകിൽ നിന്റെ അപ്പൻ്റെ കണ്ണുനീർ, അല്ലെ നിന്റെ അമ്മയുടെ കണ്ണുനീർ, അല്ലെ നിന്റെ പാസ്റ്ററുടെ കണ്ണുനീർ. ശക്തിയോടെ കരമടിച്ച് ധാരാളിച്ചാട് സ്തോത്രം പറഞ്ഞ ഓ ഷമ റഖന ഉടമ റഖൂനി ഹംതുനിയ. നിങ്ങൾക്കറിയാമോ, ഒരു വീട്ടിൽ, ശ്രദ്ധിച്ചു കേൾക്കൂ, ഒരു വീട്ടിൽ ദൂത് പരിശുദ്ധാത്മാവ് ഡൈവേർട്ട് ചെയ്ത് വിളിച്ച് പറയുന്നു. ഒരു വീട്ടിൽ ഒരു വ്യക്തി കരയാനുണ്ടെങ്കിൽ, ഒരു വ്യക്തി പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ, അവനെ ഓർത്ത്, അവളെ ഓർത്ത് ആ കുടുംബത്തിൻ്റെ ന്യായവിധേയം താമസിപ്പിക്കും.
ഒരു സഭയിൽ ഒരു കുടുംബം കരയാനുണ്ടെങ്കിൽ, ഒരു കുടുംബം പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ, അവനെയോർത്ത് അവളെയോർത്ത് ആ കുടുംബത്തിൻ്റെ ന്യായവിധേയം താമസിപ്പിക്കും. ഒരു ദേശത്ത് 10 ദൈവമക്കൾ കരയാനുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ, അവരെ ഓർത്ത് ആ ദേശത്തിൻ്റെ ന്യായവിധേയം താമസിപ്പിക്കും. കരയുന്ന നിന്നെ ഓർത്ത് ചില കുടുംബങ്ങളുടെ ന്യായവിധി, ചില വ്യക്തികളുടെ ന്യായവിധി ദൈവം താമസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നുകൂടെ മനസ്സിലാക്കി തരാം. വർഷം മുഴുവൻ നിന്ന് വെള്ളവും വളവും വലിച്ചു കുടിച്ചിട്ടും ഫലം നൽകാത്ത വൃക്ഷത്തെ വെട്ടിക്കളയുവാൻ ആ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ ഓർഡർ ഇട്ടു. വെട്ടിക്കളഞ്ഞേക്കാൻ പറഞ്ഞു. ഉടനെ തോട്ടം സൂക്ഷിപ്പുകാരൻ നെടുമ്പാട് വീണു. അയാൾ കരഞ്ഞു. അയാൾ പറഞ്ഞു, 1 വർഷം കൂടെ നിൽക്കട്ടെ, ഫലം കായ്ച്ചില്ലെങ്കിൽ വെട്ടിക്കളയാം. ആ തോട്ടം സൂക്ഷിപ്പുകാരൻ്റെ മധ്യസ്ഥത നിമിത്തം ആ വൃക്ഷത്തിന് 1 ആണ്ടൂടെ ആയുസ് നിർക്കമാക്കി കിട്ടി. കരയാൻ ആളുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കാൻ ആളുണ്ടെങ്കിൽ ന്യായവിധി താമസിപ്പിക്കപ്പെടും കുഞ്ഞേ. മനസാന്തരത്തിന് അവസരം കിട്ടും. ഒന്നുകൂടെ പറയാൻ, ചെറുപ്പക്കാരാ, പാപം ചെയ്യുന്ന ജീവിതമേ, ദൈവം വിട്ടു പോകുന്ന യുവാവേ, നീ തകരാതിരിക്കുന്നത് ആരോ നിനക്ക് വേണ്ടി കരയുന്നു. ആരോ നിനക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നു. ദൈവമേ, തകർക്കല്ലേ, നശിപ്പിക്കല്ലേ, 1 ആണ്ടൂടെ നിൽക്കട്ടെ. പ്രിയ മാതാവേ, നിന്റെ കരച്ചിൽ അനേകർക്ക് വിടുതലാ, നിന്റെ കരച്ചിൽ അനേകർക്ക് രക്ഷയാ. ഹല്ലേലൂയ. എനിക്ക് പ്രസംഗപീഠത്തിൽ നല്ല ഉച്ചഭാഷണിയും വേണം, നല്ല ചൂടുവെള്ളവും വേണം. നല്ല ചൂടുവെള്ളം. മുമ്പേ തണുത്തതുകൊണ്ട് ഇവിടെ ചൂടുവെള്ളം വന്നു. ഈ നല്ല ഗ്ലാസ്സിൽ ഈ ചൂടുവെള്ളം ഇവിടെ വന്നപ്പോൾ, ഇവിടെ ഏതോ ഒരു വീട്ടിൽ ഒരു പാത്രം തീക്കായി ഏൽപ്പിക്കപ്പെട്ടു. അടിയിൽ തീ കത്തുന്നു, അകത്ത് വെള്ളം തിളച്ചു മറിയുന്നു. തീയേൽക്കുവാൻ, പുകയേൽക്കുവാൻ, ചൂടേൽക്കുവാൻ, ചുട്ടുപൊള്ളുവാൻ ഒരു പാത്രം ഏൽപ്പിക്കപ്പെട്ടു. ആ പാത്രത്തിന് ഇവിടെ വരാൻ യോഗ്യതയില്ല. എന്നാൽ ഈ പാത്രം ഇവിടെ വരാൻ യോഗ്യത നേടിയത് തീയേൽക്കുവാൻ, പുകയേൽക്കുവാൻ, ചുട്ടുകൊള്ളുവാൻ ഒരു പാത്രം ഏൽപ്പിക്കപ്പെട്ടത് കൊണ്ടാണ്. കരയുന്ന മാതാവേ, പ്രാർത്ഥിക്കുന്ന പിതാവേ, നിന്നെ ആരും കാണുന്നില്ല, എന്നാൽ നിന്റെ കണ്ണുനീർ റിയാന അനേക മാനപാത്രങ്ങളെ ദൈവത്തിൽ വാർത്തെടുക്കുന്നുണ്ട്. നീ കരയുന്നത് നിർത്തരുത്, പ്രാർത്ഥിക്കുന്നത് നിർത്തരുത്. അനേകരെ ദൈവം വലിച്ചെടുത്തുകൊണ്ടിരിക്കുന്നു. ഇത് പ്രവചനമാണ്, നീ അറിയുന്നില്ല. ദൈവത്തിന്റെ അഭിഷക്ത, നിന്റെ കണ്ണുനീർ അനേകരെ വലിച്ചെടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ സ്വോത്രം പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? തമ്മി കണ്ടു പിരിഞ്ഞ ശേഷം വീണ്ടും കാണാൻ കഴിയുന്ന കൃപയാ. ഒന്നും പറയാനില്ല. എന്തോ ഒരു അപകടങ്ങളാണ്. അപകടമൊന്നും വേണ്ട. നല്ല സുന്ദരി സുന്ദരന്മാരുടെ ഫോട്ടോ കാണുമ്പോൾ ഇപ്പം ഞെട്ടുക. കാനഡയിലും UK-യിലും ഓസ്ട്രേലിയയിലും ഒക്കെ പോയി. പക്ഷേ 38, 28, 40 എന്നാ കാണണമെന്നൊന്നും അറിയില്ല. ഒരു ഗുണവും ഇല്ലാതെ കുറേ വാക്സിൻ അടിച്ച് കയറ്റി. 1, 2, 3 കുഴഞ്ഞ വീടങ്ങ് മരിക്കുക. ഒന്നും പ്രശംസിക്കാനില്ല. അഹങ്കരിച്ചേക്കരുത്. ആകുന്ന കൃപയാണെന്ന് ഓർത്തോണം. ഒരു ദിവസം മുമ്പേ ദൈവകൽപ്പന അനുസരിച്ച് കഴിഞ്ഞാൽ ഭാഗ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് കൈ ഉയർത്തിയാട്ടി സ്തോത്രം പറഞ്ഞ്. അപ്പോൾ 1 ഇത് കുറിച്ചെടുത്തോണ്ടല്ലോ, സഭയുടെ സാക്ഷി. 1 സഭയുടെ വന്ദനം. ഒന്ന് പറഞ്ഞേ. സഭയുടെ വന്ദനം എന്തായിരുന്നു? ഒരാൾ മാറാനാഥ എന്ന് പറയുമ്പോൾ മറ്റേയാൾ അനാഥമ എന്ന് പറയും. മാറാനാഥ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം മാറി നിൽക്കടാന്നല്ല. മാറാനാഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവ് വരുന്നു. അപ്പോൾ മറ്റേയാൾ പറയും, അവനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. കൈ ഒന്നുയർത്തി പറ, നമ്മുടെ കർത്താവ് വരുന്നു. ഉറക്കെ പറ, യേശു വരാറായി, ഞങ്ങളുടെ കർത്താവ് വരാറായി. കരമടിച്ച ശക്തിയോടെ സ്തോത്രം പറഞ്ഞ് പറ, യേശു വരാറായി. അത് പറയാനായി ഇത് വലിച്ചു കെട്ടിയിരിക്കുന്നത്.
നിങ്ങൾ വിശ്വസിച്ചാലും ശരി, എല്ലാവരും കരമടിച്ചോ. നിങ്ങൾ വിശ്വസിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി. നിങ്ങൾ അംഗീകരിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി. നിങ്ങൾ ഏറ്റെടുത്താലും ശരി, ഇല്ലെങ്കിലും ശരി. ഇസങ്ങൾ സ്വപ്നം കാണുന്ന സുന്ദര രാജ്യം സ്ഥാപിപ്പാൻ ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശിൽ മരിച്ച ക്രിസ്തു, കള്ളടക്കം ചെയ്യപ്പെട്ട ക്രിസ്തു, തല്ലറയെ ഉയർത്തെഴുന്നേറ്റ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ, ഞങ്ങളുടെ പ്രാണപ്രിയൻ രാജാതിരാജാവായി മടങ്ങി വരാൻ പോകുന്നു. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഒന്ന് സഭയുടെ വന്ദനം, യേശുവിൻ്റെ വരവ്. 2 സഭയുടെ പ്രത്യാശ. 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം 15-ാം വാക്യം. അവിടെ സഭയുടെ പ്രത്യാശ, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത്. പിന്നെ കർത്താവ് താൻ ഗംഭീരനാദത്തോടും, വായിച്ച മോളെ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം എല്ലാവരും അവരോട് ഒരുമിച്ച് ആകാശമേഘങ്ങളിൽ കർത്താവിനെതിരേൽപ്പാൻ എടുക്കപ്പെടും. ഇങ്ങനെ നാമെല്ലാം ഇപ്പോഴും കർത്താവിനോടെ ആയിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യനെയും ആശ്വസിപ്പീൻ. സഭയുടെ പ്രത്യാശ കർത്താവിന്റെ വരവായിരുന്നു. ആദ്യം ഞാൻ എന്താ പറഞ്ഞേ? സഭയുടെ വന്ദനം, കർത്താവിന്റെ വരവ്. സഭയുടെ പ്രത്യാശ, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത്. മരണത്തിന് വേദപുസ്തകം കൊടുത്ത പേര് പോലെ മനോഹര പേര് ആരും കൊടുത്തില്ല. ഈ മരണം, ശവപ്പെട്ടി, ശവമഞ്ചം, ശവോടക്ക്, സെമിത്തേരി കേൾക്കുമ്പോഴാണ് ഞെട്ടല. ഇപ്പോഴാണ് കണ്ട് പേടിയായി ഇല്ലേ? ഇന്ന് വേദപുസ്തകം മരണത്തിന് കൊടുത്ത പേര് നിദ്ര, ഉറക്കം, ഉറക്കം. സ്തോത്രം, സ്തോത്രം. ഈ മരണത്തിന് നമ്മളൊത്തിരി പേരിട്ടിട്ടുണ്ട് മനുഷ്യൻ. എന്തൊക്കെയാണെന്നറിയാവോ? വലിയ വലിയ ആളുകളാണ്. തിരുമേനിമാരാണെങ്കിൽ കാലം ചെയ്തു, തിരുമേനി കാലം ചെയ്തു. നമ്പൂതിരി തീപ്പെട്ടു, രാജാവ് നാട് നീങ്ങി. മുതലാളിയാണെങ്കിൽ നിര്യാതനായി, അല്ല ചരമമടഞ്ഞു. പാവപ്പെട്ടവനാണ് ചത്തുപോയി. നാട് നീങ്ങുക, അന്തരിക്കുക, തീപ്പെടുക, കാലം ചെയ്യുക, നിര്യാതനാകുക, ചരമടയുക, ചത്തുപോയി. നിങ്ങളുടെ അടുത്തുള്ള തമിഴ്നാട്ടുകാർ സത്തുപോയെന്നേ ഉള്ളൂ. പക്ഷേ അവിടെയും വേറുകൃത്യമാണ്. സ്വതന്ത്രം. നിദ്ര, ഉറക്കം എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്നവൻ ഉണരും എന്ന് പറഞ്ഞാലേ, ദൈവമക്കളെ, 25 വർഷം മുമ്പ് മരിച്ചൊരു ദൈവപൈതൽ കാഹളം ധ്വനിക്കുമ്പോൾ എഴുന്നേറ്റ് വരുന്നത് 25 വർഷത്തെ ഉറക്കക്ഷീണത്തോടല്ല, ഇന്നലെ ഉറങ്ങാൻ പോയിട്ട് എഴുന്നേറ്റ് വരുന്ന പോലെ. അതാ ഉറക്കം. അപ്പോൾ സഭയുടെ പ്രത്യേക സമയം പോന്നു. 1 സഭയുടെ വന്ദനം, 2 സഭയുടെ പ്രത്യാശ, 3 സഭയുടെ കാത്തിരിപ്പ്. ഫിലിപ്പിയ ലേഖനം 3:20. നമ്മുടെ പൗരത്വമോ പറഞ്ഞാട്ട് സ്വർഗത്തിലാകുന്നു. അവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രാജാവായി രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അപ്പോൾ സഭയുടെ കാത്തിരിപ്പ്, കർത്താവിൻ്റെ വരവ്. ഇനിയും ഫിലിപ്പിയ ലേഖനം 3:20 പറഞ്ഞു. ഇനിയും വെളിപ്പാട് പുസ്തകം 22:20 വായിക്കുമ്പോൾ ഇച്ചിരി ശക്തിയോടൊക്കെ വായിക്കേ. ഉറക്കം തൂങ്ങി പോലും വായിക്കാതെ. ഇത് സാക്ഷീകരിക്കുന്നവൻ അതേ ഞാൻ വേഗം വരുന്നു എന്നരുളി ചെയ്യുന്നു. അടുത്തത് ആമേൻ കർത്താവായ യേശുവേ. എല്ലാവരും ഒന്ന് പറഞ്ഞു ആമേൻ കർത്താവായ യേശുവേ. ഉറക്കപ്പറ ആമേൻ കർത്താവായ യേശുവേ. ഏതായാലും നിങ്ങൾ അങ്ങനെ പറഞ്ഞുള്ളല്ലോ. ഞാൻ സാധാരണ ആളോട് ചോദിക്കും, ഈ കല്യാണം ഉറച്ചു കഴിഞ്ഞാൽ കല്യാണം നടക്കാൻ ധൃതി ചെറുക്കനാണോ പെണ്ണിനാണോ? എന്തേലും ഒന്ന് പറ. അവർ പറഞ്ഞ് ചെറുക്കനാണ്, ഇവർ പറയും പെണ്ണിനാണ്. ചില വിദ്വാന്മാരുടെ 2 പേർക്കും ധൃതിയാന്ന് പറയും. പക്ഷെ ഈ വേദപുസ്തകത്തിൽ ആർക്കാ ധൃതി? മണവാളൻ പറഞ്ഞു ഇതാ ഞാൻ വേഗം വരുന്നു. അപ്പം മണവാട്ടി എന്നാ പറഞ്ഞേ? ആമേൻ കർത്താവായ യേശുവേ. നമ്മൾ ചേർത്താ വേഗം. അവിടെ എന്താ എഴുതി വെക്കുന്നത്? വരണമേ. വലിയ ധൃതിയൊന്നുമില്ല, പെതുക്കെ വന്നാൽ മതിയെന്ന്. ഞാനിങ്ങോട്ട് വന്നപ്പോൾ ഇവർ പാടിയത് എനിക്ക് സന്തോഷമാണ്. കാരണം ഞാനിപ്പോൾ എന്തൊക്കെ ജനിച്ചു വളർന്ന ആളാണ്. 4 പതിറ്റാണ്ടാണ് ഞാൻ സുവിശേഷം പറഞ്ഞു. നിങ്ങൾക്കൊക്കെ അറിയാം, അന്നും ഇന്നും ഇതുപോലെ ഇരിക്കാൻ ഞാൻ. അപ്പോൾ ഈ പെന്തക്കോസുകാരൻ്റെ പാട്ടെന്നൊക്കെ ആയിരുന്നു നിങ്ങൾക്കറിയാവോ? എന്നു വരും, എപ്പോൾ വരും, പോയതുപോലെ മണവാളനെ. പിന്നെ കത്തുകത്തേകനായി നിൻ വരവോർത്തു ഞാൻ നാളത്ര നീക്കിയൻ. അറിയത്തില്ലല്ലേ?
പിന്നെ മൽപ്രിയേനേ നിന്നു നിൻ ശുദ്ധരെ ചേർത്തിടേനേ. പിന്നെ കന്തനെ കാണുവാൻ ആർത്തി വാളേറുന്നേ എല്ലാ പ്രത്യാശ. വാസപ്രാർത്ഥനയ്ക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാം കൂടുതൽ വിശ്വാസിയാണെന്ന് എനിക്ക് തോന്നുന്നു. വാസപ്രാർത്ഥനയ്ക്കും കാത്തിരിപ്പ് യോഗത്തിനും സഭായോഗത്തിനും കൺവെൻഷനും പട്ടിണിയുടെ കാലത്ത് മൊത്തം ഇതാ പാട്ട്. എന്ന് വരും, എപ്പോൾ വരും, പോയതുപോലെ മണവാളൻ. ഇപ്പോഴത്തെ നമ്മുടെ പാട്ടോ, ആ പാട്ടിനെ അല്ല ഞാൻ കുറ്റം പറഞ്ഞത്, ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച്. ഇവരൊക്കെ നല്ല പാട്ട്. വിദ്യാമല അല്ലേ ഇരിക്കും, വിദ്യാമ അല്ലേ, ആ തട്ടാമല. നമ്മളുണ്ടായിരുന്നല്ലോ അവിടെ കല്യാണത്തില്ലേ, ഒത്തിരിയിടത്തുണ്ട് ഞങ്ങളൊക്കെ സ്റ്റേജിൽ. ഇന്ന് കർത്താവിൻ്റെ നന്മയെക്കുറിച്ച് പാടാൻ അതിനേക്കാൾ വലിയ പാട്ടില്ല. ആ പാട്ടിനല്ല ഞാൻ കുറ്റം പറഞ്ഞത്. ഇന്ന് പെന്തക്കോസ്തുകാരുടെ പാട്ട് ഒന്നവോ ശ്രോതിനോൻ മുകളെ എണ്ണമില്ലാതെ മേൽ ചൊരിഞ്ഞു. അതുകൊണ്ട് കർത്താവേ ഇപ്പോഴങ്ങ് ഇങ്ങോട്ട് വരല്ലേ. കഷ്ടതയുടെ നാള്, പട്ടിണിയുടെ നാളിൽ എന്ന് വരും, എപ്പോൾ വരും, പോയതുപോലെ മണമാണ്. ഇതായിരുന്നു പാട്ട്. പെന്തക്കോസ്തുകാരൻ്റെ കൺവെൻഷന് 5 ദിവസം ഉണ്ടെങ്കിൽ ഒരു ദിവസം കർത്താവിൻ്റെ വരവ് പ്രസംഗിച്ചിരിക്കും അല്ലേ. ഇപ്പോൾ 7 ദിവസം കൊണ്ട് 350 പേരൊക്കെ പ്രസംഗിക്കുന്നതുകൊണ്ട് ആരും കർത്താവിൻ്റെ വരവ് മിണ്ടില്ല. കാരണം പ്രസംഗിച്ച് ഇപ്പം പ്രാസംഗികന് തന്നെ സംശയമായി കർത്താവ് വരുമോന്നും, അഥവാ വന്നാൽ പോകുമെന്ന് അയാൾക്ക് ഉറപ്പില്ല. ഇവർ ഇതൊക്കെ പാടിയത് എനിക്ക് സന്തോഷം. ഈ രാത്രി ഞങ്ങൾ വിളിച്ചു പറയാൻ, കർത്താവ് ആരെയും കാത്തു നിന്ന് കൊണ്ടുപോകാൻ വരുന്നില്ല, കാത്തു നിൽക്കുന്നവരെ ചേർക്കാൻ കർത്താവ് വരും. കർത്താവ് ആരെയും ഒരുക്കി കൊണ്ടുപോകാൻ വരുന്നില്ല, ഒരുങ്ങി നിൽക്കുന്നവരെ ചേർക്കാൻ യേശു ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. ഒരു പാട്ടൊക്കെ എനിക്ക് പാടണമെന്നുണ്ട്, പക്ഷേ എനിക്ക് നേരമില്ല, കുറച്ച് കാര്യം പറഞ്ഞ് പോകണം. അപ്പം ഞാൻ ഇത്രയും നാൾ പറഞ്ഞത്: 1, പഴയ നിയമ ഭക്തന്മാരുടെ സാക്ഷ്യം; 2, പുതിയ നിയമ ഭക്തന്മാരുടെ സാക്ഷ്യം; 3, സ്വർഗീയ ദൂതന്മാരുടെ സാക്ഷ്യം; 4, പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷ്യം; 5, സഭയുടെ സാക്ഷ്യം. യേശു വരും. സഭയുടെ വന്ദനം, കർത്താവിൻ്റെ വരവ്; സഭയുടെ പ്രത്യാശ, കർത്താവിൻ്റെ വരവ്; പിന്നെ സഭയുടെ കാത്തിരിപ്പ്, കർത്താവിൻ്റെ വരവ്. സ്തോത്രം. സഭയുടെ പ്രാർത്ഥന, കർത്താവിന് ആമേൻ കർത്താവായ യേശുവേ വരണമേ. കാനവച്ചൻ പറഞ്ഞാൽ ഇപ്പോൾ ആമേൻ കർത്താവായ യേശുവേ വരണമേ എന്നല്ല, ആമേൻ കർത്താവായ യേശുവേ തരണമേ എന്ന. എന്തോ ഒരു ഇടിച്ചു കയറ്റുക തരണമേ എന്ന് പറയുന്നത്, വരണമേ എന്ന് പറയുന്നത് ആളില്ല. സ്തോത്രം. അപ്പം അടുത്ത സാക്ഷ്യം, ആ പ്രധാന സാക്ഷ്യം, 7ാമത്തെ സാക്ഷ്യം, യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യം. ഇന്ന് രാത്രി ഞങ്ങൾ ഈ നാട്ടുകാരോട് പറയാൻ, ഞങ്ങൾക്കൊരു സാക്ഷിയുടെ ആവശ്യമില്ല. ഞങ്ങളുടെ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. സ്ഥലം ഒരുക്കിക്കഴിഞ്ഞാൽ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഒരുത്തൻ്റെയും സാക്ഷിയുടെ ആവശ്യം ഞങ്ങൾക്കില്ല. ഐ വിൽ കം അഗെയിൻ. ഈ 3 വാചകം മതി ഞങ്ങളുടെ കർത്താവിനെ കാത്തിരിക്കാൻ. കാരണം ഞങ്ങളുടെ കർത്താവ് വ്യാജം പറയുന്നവനല്ല, അവൻ പോഷ്ക് പറയുന്നവനല്ല. ഞാൻ മടങ്ങി വരാമെന്ന് എൻ്റെ കർത്താവ് പറഞ്ഞെങ്കിൽ അവൻ മടങ്ങി വരിക തന്നെ ചെയ്യോ. കരമടിച്ച ശക്തിയോട് സ്തോത്രം പറഞ്ഞാട്ട്, ഞങ്ങളുടെ കർത്താവ് വ്യാജം പറയില്ലോ, അവൻ മടങ്ങി വരും. ഒന്നിൽ കർത്താവ് പോഷ്ക് പറഞ്ഞു, അവൻ പോഷ്ക് പറയുന്നവൻ മനുഷ്യനല്ല. എന്താ കർത്താവ് പറഞ്ഞത്? ഇപ്പോൾ നമ്മൾ വായിച്ചു യോഹന്നാൻ 14:1, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. സ്ഥലമൊരുക്കി കഴിഞ്ഞാൽ പിന്നെയും നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. യോഹന്നാൻ 14:16, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വീണ്ടും വരും. യോഹന്നാൻ 14:19, കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും, ഞാൻ ജീവിക്കുന്നുണ്ട്, നിങ്ങളും ജീവിക്കും. യോഹന്നാൻ 14:28, ഞാൻ പോകുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യും. എത്ര പേർക്ക് ശക്തിയോടെ സ്തോത്രം പറയാൻ കഴിയും? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്, ശ്രദ്ധിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ, പിലാത്തോസിൻ്റെ അരമനയിൽ ബന്ധനസ്ഥനായി നിൽക്കുമ്പോൾ പടപടാന്ന് ഒത്തിരി ചോദ്യങ്ങൾ ഈ പീലാത്തോസ് യേശു കർത്താവോട് ചോദിച്ചു. കർത്താവ് ഒന്നിനും ഉത്തരം പറഞ്ഞില്ല. യേശു മൗനമായി നിന്നു. ഞാൻ കൂടെ പറയാറുണ്ട്, നിന്നോട് ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും നീ ഉത്തരം പറയാൻ പോകരുത്, മറുപടി പറയാൻ ദൈവത്തെ ഏൽപ്പിക്കുക. പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ എൻ്റെ ദൈവം മറുപടി കൊടുക്കുന്ന ദൈവമാണ്. കർത്താവ് 2 ചോദ്യത്തിന്, അതാ രോമങ്കത്തിന് മുമ്പിൽ മിണ്ടാതിരുന്ന കുഞ്ഞാടിനെ പോലെ കർത്താവായിരുന്നു. യേശു 2 ചോദ്യത്തിന് ഉത്തരം കൊടുത്തുള്ളൂ. അതൊരു ചോദ്യം യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 10-ാം വാക്യത്തിലാണ്. പീലാത്തോസ് ഒരു അഹങ്കാര ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ഇതായിരുന്നു, നീ എന്താണെന്നും മിണ്ടാത്തത്?
വായിച്ചോ മക്കളെ. നിന്നെ ക്രൂശിക്കാനും നിന്നെ വിട്ടയക്കാനും പീലാത്തോസ് എനിക്ക് അവനോട്, അധികാരമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് മാത്രം പറ. അടുത്തത് യേശു കർത്താവ് എന്താ പറഞ്ഞത്? മേലിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ നിനക്ക് എൻ്റെ മേൽ ഒരധികാരവുമില്ല. കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചോ, വായൊന്ന് തുറന്നോ. ദുഷ്ടപിശാചികൾക്ക് വിളിച്ചു പറ, ദുഷ്ടപിശാചേ, മേലിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ നിനക്ക് എൻ്റെ മേൽ, എൻ്റെ കുടുംബത്തിന്മേൽ, എൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഒരധികാരവുമില്ല. കരങ്ങളുടെ അന്യഭാഷ ശക്തിയോടെ ഓ ഷറഖുമിയ, വാ തുറന്ന് പറ. പിശാചിന്റെ ചരക്ക് നിന്റെ ഇല്ലേ പറ. ദുഷ്ടപിശാചേ, മേലിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ നിനക്ക് എൻ്റെ മേൽ, എൻ്റെ കുടുംബത്തിന്മേൽ, എൻ്റെ സഭയുടെ മേൽ ഒരധികാരമില്ല. അതാ തൻ്റെ ഇടം. ഒരുത്തിനും ഒരു ചുക്കും നിന്നെ ചെയ്യില്ല. ദൈവം അനുവദിക്കാതെ നിന്നെ തൊടാൻ കഴിയില്ല. കർത്താവ് വന്ന വാ തുറന്ന് അപ്പട. രണ്ടാമത് ഹെരോദാവ് ഒരു അഹങ്കാരം ചോദിച്ചു. അവൻ ചോദിച്ചു, ദൈവപുത്രനോ നീ എന്താ മിണ്ടാത്തത്? മത്തായി 26:63-64. നീ എന്താ മിണ്ടാത്തത്? മത്തായി 16:27 ഉണ്ടെന്ന് തോന്നുന്നു. അതായത് നീ എന്താ മിണ്ടാത്തത്? നീ ദൈവപുത്രനോ പറക. അപ്പോൾ കർത്താവ് വാ തുറന്നു. അതേ, ഞാൻ ആകുന്നു. മനുഷ്യപുത്രൻ പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നതും അവൻ ആകാശമേഘങ്ങളെ തേരാക്കി വരുന്നതും നിങ്ങൾ കാണും. ഇത് വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ച് അങ്ങ് മുതൽ ഇങ്ങ് വരെ കയ്യോ നാട്ടി ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് ഞങ്ങളുടെ കർത്താവ് വരും, ഞങ്ങളുടെ കർത്താവ് വരും, ഞങ്ങളുടെ കർത്താവ് മടങ്ങി വരും. സ്തോത്രം. നല്ലൊരു കല്യാണത്തിന് ഞാൻ പറഞ്ഞു, ആരാണ്ട് ഇതുപോലെ യേശു വരാറായെന്നും പറഞ്ഞ് ഞങ്ങളുടെ ഏതൊരു പ്രസംഗം വെട്ടി. എൻ്റെ തന്നെ കിട്ടു, കർത്താവ് വരാറായി. ഉടനെ ഒരു പെണ്ണ് ഞാൻ അടിയിൽ എഴുതിയേക്കുക. അതുകൊണ്ടാണ്, ആണാണ് ഞാൻ വിട്ടേനെ. അപ്പം നോക്കിയിരുന്നോ നാളെ വരുമെന്ന്. അവിടെ പേര് കേൾക്കണോ? എലിസബത്ത് ജോർജ്. ഷോ പറഞ്ഞില്ലേ, പിള്ളേരെ വളർത്തുമ്പം പുറത്ത് കേൾക്കുന്നുണ്ടോ? ദൈവഭയത്തി വളർത്തണം, വേദവസം വായിച്ച് പഠിപ്പിക്കണം. ഞങ്ങളീ പറഞ്ഞില്ലേ, ഇതൊക്കെ കട്ട് ചെയ്തങ്ങ് പോവുക. ആയിരം കാണുന്നുണ്ടല്ലോ അല്ലേ? അതിനടിയിൽ ഇങ്ങനെ വന്ന ചിലന്മാരൊക്കെ വേറെ പണിയൊന്നും ഇല്ലയോ, തൂമ്പാപ്പണിക്ക് പോവും. ഇവൻ വലിയ IAS ഓഫീസറാണ്. ഇവിടെ ഞങ്ങളുടെ ദൈവം നടത്തുന്ന അതിശയരോ അത്ഭുതമാണ്. സ്തോത്രം. ആ പണിക്കൊന്നും, ഏത് പണിക്കും മാന്യതയുണ്ടെന്നേ. അപ്പോൾ എന്നെക്കുറിച്ച് ഞാൻ പറയാൻ വന്നതെന്തറിയാമോ? സത്യം പറ, ഇത് കേൾക്കട്ടെ, ലൈവ് പോകുന്നുണ്ടല്ലോ. ഇതിനടി വന്ന് എഴുതുന്നത് കൂടുതലും ഈ മാമോദിസ വെള്ളം വീണ കൊണപ്പെടാത്തവനാ. അർക്കിച്ചൻ, തോമാച്ചൻ, യൗസേപ്പ് കുട്ടി. ഇടാ, നല്ല പേരിട്ടാ പോരാ, തലമുറയ്ക്ക് കൃപയെ വളർത്തിയെടുക്കണം. ഊത് കിട്ടിക്കൊണ്ടിരിക്കുക അല്ലേ ആശാരി പറയുന്നത്. വർക്കീന്നും തോമാന്നും ചാക്കോന്നും മത്തായിന്നും പേരിട്ടാ പോരാ. വേദപുസ്തകത്തിൻ്റെ ABCD നിന്റെ തലമുറയെ പഠിപ്പിക്കണം. ഏതായാലും ഇങ്ങോട്ട് വന്ന വഴിയെല്ലാം ഭയങ്കര സ്റ്റാറാ. ഈ ദേശത്തും കോട്ടയത്തിനും ഒക്കെ ഒരു പ്രത്യേകതയുണ്ട്. അത് പ്രത്യേകത, ഇവിടെ ഇപ്പോൾ ഏതായാലും വീടും എല്ലാം ഒരുപോലെ. വീടുകളിലൊക്കെ 1 അല്ല 2 സ്റ്റാർ, ഷാപ്പിലും ബാറിലും 5-6 സ്റ്റാർ നിരത്തി അങ്ങ് തൂക്കും. വിദ്വാൻമാർ വഴിതെറ്റാതെ വന്ന് കയറിക്കോട്ടെന്ന് വിചാരിച്ചു. ഇവിടെ യേശു ക്രിസ്തു ജനിച്ചു, അതുകൊണ്ട് നിനക്കെന്നാ ഗുണം? നിന്നെ കൊണ്ട് ഷാപ്പുകാരന് ഗുണം. നിങ്ങൾക്കറിയാവോ? സ്തോത്രമൊന്നും കുറച്ച് കേട്ടാലും മതി. എനിക്ക് കണ്ടിപ്പില്ല, ക്രിസ്മസിന് കാളയിറക്കാതിരിക്കുന്ന കക്ഷികൾ ഇതിനകത്ത് കൊണ്ടെന്ന്. ഈ കേരളത്തിൽ ഏറ്റവും അധികം മദ്യം ചെലവാകുന്ന എപ്പോഴാണെന്നറിയാമോ? 1 ക്രിസ്മസിന്, 2 ഈസ്റ്ററിന്. ക്രിസ്മസിൻ്റെ ഒരു പ്രത്യേകത, 25 ക്രിസ്മസ്, 31 ന്യൂ ഇയർ അഴിച്ച് പിറ്റ. കള്ളിരാത്രി, കാളരാത്രി. യേശു ജനിച്ചു, നിനക്കെന്നാ ഗുണം? നിന്നെ കൊണ്ട് ഷാപ്പുകാരന് ഗുണം. യേശു മരിച്ചു, നിനക്കെന്നാ ഗുണം? നിന്നെ കൊണ്ട് ഷാപ്പുകാരന് ഗുണം. യേശു ഉയർത്തെഴുന്നേറ്റു, നിനക്കെന്നാ ഗുണം? നിന്നെ കൊണ്ട് ഷാപ്പുകാരന് ഗുണം. എന്നാൽ എബ്രായർ 10:10 ആ ഇഷ്ടത്താൽ യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. കൈയടിച്ച ആത്മാവിൽ ദൈവത്തെ സൂചിച്ചുകൊണ്ട് പറ, ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ടു. യേശു ആണ്ടിലാണ്ടിൽ ജനിക്കുന്നില്ല, യേശു ആണ്ടിലാണ്ടിൽ മരിക്കുന്നില്ല, യേശു ആണ്ടിലാണ്ടിൽ ഉയർക്കുന്നില്ല. യേശു ഒരിക്കലായി ജനിച്ചു, യേശു ഒരിക്കലായി മരിച്ചു, യേശു ഒരിക്കലായി ഉയർത്തെഴുന്നേറ്റു. ഇനി ഒരിക്കലായി അവൻ മടങ്ങി വരും. സ്തോത്രം.
യേശു ക്രൂശിക്കപ്പെട്ടതിനാൽ, ഞാൻ പലരും പറയും, പലർക്കും പല ഗുണമുണ്ടായി. യേശു ക്രൂശിക്കപ്പെട്ടതിനാൽ അന്ന് യഹൂദന്മാർക്കൊരു ബറബാസിനെ കിട്ടി, പടയാളികൾക്ക് പഴയ അങ്കി കിട്ടി, യൂദായിക്ക് 30 വെള്ളിക്കാശ് കിട്ടി. നമ്മുടെ നാട്ടിൽ ചിലർക്ക് ആണ്ടിലാണ്ടിലൊരു ദുഃഖവെള്ളി ഉയർപ്പ് ഞായറും കിട്ടി, ഒരു ക്രിസ്മസും കിട്ടി. എന്നാൽ യേശു ഉയർത്തെഴുന്നേറ്റതിനാൽ ഞങ്ങൾക്ക് നിത്യജീവൻ കിട്ടി. യേശു ക്രൂശിക്കപ്പെട്ട് ഉയർത്തതിനാൽ ഞങ്ങൾക്ക് വീണ്ടെടുപ്പ് കിട്ടി. ഓ ശബറക്കിനിയ, ഞങ്ങൾക്ക് ഉയർത്തെഴുന്നേൽപ്പിന്റെ വ്യാപാര ശക്തി കിട്ടി. കൈയടിച്ച ശക്തിയോടെ ദൈവത്തെ സ്തുതിക്ക. ശക്തിയോടെ. എന്താണ് ഉയർത്തെഴുന്നേൽപ്പിന്റെ വ്യാപാര ശക്തി? കയ്യിൽ ആയുധമായി കാവൽ നിന്ന കാവൽക്കാരുടെ കാൽമുട്ടുകൾ വിറകൊളിച്ച ശക്തിയാണിത്. റോമ ഗവൺമെന്റ് ഇമ്പീരിയൽ മുദ്ര തകർത്ത ശക്തിയാണിത്. പ്രൈസ് ദി ലോർഡ്. സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ ഭിക്ഷ തണ്ടാൻ കൊണ്ടിരുത്തിയ ഭിക്ഷക്കാരന്റെ നാഡീ ഞരമ്പുകളിൽ ദൈവശക്തി വ്യാപരിപ്പിച്ച് അവനെ ചാടി എഴുന്നേൽപ്പിച്ച ശക്തിയാ. ആ ശക്തി ഈ കൺവെൻഷന്റെ രാത്രിയിൽ, ഈ രാത്രി ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ശക്തിയോടെ കരമടിക്കൂ. നിങ്ങൾ സ്തോത്രം പറയുമ്പോൾ ഇലക്ട്രിക് ഷോക്ക് കേൾക്കുന്ന പോലെ ഹോഷമറിയ ദൈവശക്തി വ്യാപരിക്കുന്നു. ദൈവത്തിന്റെ ആസന്നിനെ തൊടേണ്ട ആവശ്യമില്ല. യേശുവിന്റെ കരത്തിന്റെ സ്പർശനത്താൽ അത്ഭുത വിടുതൽ നടക്കുന്നു. യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യം, വേറെ ആരുടെയും സാക്ഷ്യം വേണ്ട. കർത്താവായ യേശുവിന്റെ മടങ്ങി മുമ്പ് ഭൂമിയിൽ സംഭവിക്കേണ്ട 96ഓളം ഇൻസിഡൻസ്, അടയാളങ്ങൾ വിശുദ്ധ ബൈബിളിലുണ്ട്. അവയെ 4ആയി ബൈബിൾ തിരിക്കുന്നു. ഞാൻ പറഞ്ഞ പുറത്ത് കേൾക്കാൻ ശ്രദ്ധിക്കും. 1 പ്രാപഞ്ചിക ലക്ഷണങ്ങൾ, 2 ജാതീയ ലക്ഷണങ്ങൾ, 3 മാർഗീയ ലക്ഷണങ്ങൾ, 4 യഹൂദി ലക്ഷണങ്ങൾ. യേശുവിൻ്റെ വരവെടുക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ജാതീയ മണ്ഡലത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? യഹൂദ ജാതിയുടെ അവസ്ഥ എന്തായിരിക്കും? ക്രിസ്ത്യ സഭയുടെ അവസ്ഥ എന്തായിരിക്കും? ഇത് 4 ഒന്നിച്ച് പഠിച്ചാൽ നമ്മുടെ കർത്താവ് അടുക്കൽ വാതുക്കലായിരിക്കുന്നു. ലൂക്കോസ് 21:25 വായിച്ചാണ് മോളെ. ലൂക്കോസ് 21:25. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങൾ ഉണ്ടാകും. കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോട് കൂടിയ ജാതീയ മണ്ഡലത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ജാതീയ മണ്ഡലത്തിൽ നിരാശ വർദ്ധിക്കും, ഭയം വർദ്ധിക്കും, പരിഭ്രമം വർദ്ധിക്കും. കടൽ ഇളകും. കടലിന്റെ ഇളക്കം ജനത്തിന് ഭയമുണ്ടാക്കും. എനിക്കെല്ലാം പറയാൻ നേരമില്ല, ഞാൻ ഓടിച്ചു വിടുകയാണ്. ഭയം വർദ്ധിക്കും. മറ്റൊരു പാദം അവിടെ എഴുതിയിട്ടുണ്ട്, സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിൽ ലക്ഷ്യങ്ങളുണ്ടാവും. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ജാതീയ ലക്ഷണം. ഇത് ഓരോന്ന് പഠിക്കണം. 1 ജാതീയ ലക്ഷണം, 2 മാർഗീയ ലക്ഷണം, 3 യഹൂദീയ ലക്ഷണം, പ്രാപഞ്ചിക ലക്ഷണം. യഹൂദ ലക്ഷണം അറിയാമല്ലോ, തൂത്തുവാരി കൊണ്ടിരിക്കുക. അങ്ങോട്ട് കയറി 10-15 എണ്ണത്തെ അടിച്ച് ഇങ്ങോട്ട് 80,000-ത്തേക്ക് ലോകം മുഴുവൻ നോക്കി നിൽക്കുക. സിറിയ പോയ പോക്കിന് അവിടെ തട്ടിക്കൊണ്ടിരിക്കുക. ഇത്രേ കേരളത്തിൻ്റെ ഇച്ചിരിയും കൂടെ ഉള്ള ഒരു കൊച്ചു രാജ്യം. ഞാനിവിടെ പോയിട്ടുണ്ട്, പോയിട്ട് ഇവിടെ കാണും. ആ രാജ്യം ലോകത്തെ കീഴ്മേൽ മറിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം വേദപുസ്തകം പറഞ്ഞ് സത്യപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാം സംഭവിക്കണം. അവരുടെ കൈ വരേണ്ടതൊക്കെ വരണം. എന്തൊക്കെയാകുന്നുണ്ടെന്ന് ഭീതികരമായ അവസ്ഥയിൽ ലോകമായിരിക്കുകയാണ്. അതൊന്നും നടത്താൻ ഇന്ന് രാത്രി പ്രസംഗിക്കാൻ നേരമില്ല. ഇവിടെ എഴുതിയിട്ടുണ്ട്, സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും പറഞ്ഞാട്ട് ലക്ഷ്യങ്ങളുണ്ടാകും. കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയുടെ പരിഭ്രമമുണ്ടാകും. ഭയം വർദ്ധിക്കും, പരിഭ്രമം വർദ്ധിക്കും, ലോകമിളകും. അഗായിപ്പവൻ 2:6-7 വാക്യം ഇങ്ങനെ പറയുന്നു, കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ കരയെ ഇളക്കും, ഞാൻ കടലിനെ ഇളക്കും, ഞാൻ ആകാശത്ത് ഇളക്കും. അടുത്ത വാക്യം ദൈവമക്കളുടെ പ്രത്യാശയ, സകല രാജ്യത്തിൻ്റെയും മനോഹര വസ്തു വരും. കരയിളകുന്നു, കടലിളകുന്നു, ആകാശമിളകുന്നു, രാജ്യങ്ങൾ ഇളകുന്നു. അതിൻ്റെ അർത്ഥം ഇളക്കമില്ലാത്ത രാജ്യം സ്ഥാപിപ്പാൻ യേശു വരും. 65-ാം സങ്കീർത്തനം മോളെ വായിച്ചു. 65-ാം സങ്കീർത്തനം എന്തു ക്ലിയറാണ് വേദപുസ്തക പ്രവചനങ്ങൾ. 65-ാം സങ്കീർത്തനത്തിലെ ആ വാക്യം ഒന്ന് വായിച്ച്. 65-ാം സങ്കീർത്തനം 7-ാം വാക്യം. വേദപുസ്തകത്തിൽ എവിടെ എടുത്താലും പ്രവചനമാ. 65-7 വായിക്കുക ശക്തിയോടെ. അവൻ സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ കോപവും ജാതികളുടെ കലകവും ശമിപ്പിക്കുന്നു. അടുത്ത വാക്യം, ഭൂസിമാവാസികളും നിന്റെ ലക്ഷ്യങ്ങൾ നിമിത്തം ഭയപ്പെടുന്നു. കണ്ടോ, സങ്കീർത്തനത്തിലും ഉണ്ട് വരവിന്റെ അടയാളം. അവൻ സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലയുടെ കോപവും ജാതികളുടെ കലവും ശമിപ്പിക്കുന്നു. അതായത് ലോക ജനസമുദായക്കടൽ ഇളകുക, ലോകം മുഴുവൻ ഇളകി മറിയുക. ഈ ഇളക്കം നിർത്താൻ ഇവിടെ ഒരു നേതാവിനെ കൊണ്ട് കഴിയില്ല. കാറ്റെ അടങ്ങുക, കടലെ ശാന്തമാക എന്ന് പറഞ്ഞതിനെ വാക്കാൽ നിയന്ത്രിക്കാൻ അധികാരമുള്ള ഒരുവനുണ്ട്, അവൻ ഇറങ്ങി വരും. ഇത്രയൊക്കെ ശക്തിയോട് സ്തോത്രം പറയാൻ. ഇവിടെ ആര് ഭരിച്ചാലും നന്നാകില്ല, ആര് ഭരിച്ചാലും.
ആര് ഭരിച്ചാലും ഞങ്ങൾക്ക് പ്രശ്നവും ഇല്ല. സ്തോത്രം. ഞാൻ ഭരിച്ചാൽ നന്നാകുമെന്ന് ആരും പറയരുത്. എനിക്കൊരവസരം കിട്ടിയായിരുന്നേ ഞാനിത് നന്നാക്കാമായിരുന്നെന്ന് ആരും പറയാതുകൊണ്ട് എല്ലാവർക്കും കൊടുക്കുക. ഇവനെല്ലാം ഭരിച്ച് മുടിച്ചു കഴിയുമ്പം ഭരിക്കാൻ അറിയാവുന്നവൻ ഇറങ്ങി വരും. എല്ലാം കയറി എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ് കയറി ഇപ്പം എല്ലാം ശരിയായിക്കൊണ്ടിരിക്കുകയല്ലേ. ഈ പെന്തക്കോസിലെ ഉപദേശിമാരുടെയും ഗുണപ്പെടാത്ത ഉപദേശിമാരും ഇന്നാര് വരും എല്ലാം ഗുണമാകും. നിന്റെ കാത്തിന് പിന്നാരെയല്ല യേശുവിനെയാ. ഒരു വാക്യം പോലും ഫേസ്ബുക്കിൽ ഇടാത്തവൻ നീ മാനസാന്തരപ്പെടേ. ഞങ്ങൾക്ക് ആര് വന്നാലും ഉണ്ടോ പ്രശ്നം? ആരും എല്ലാ അധികാരികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. ആര് വന്നാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ ഇവരാരും നന്നാക്കാൻ പോകുന്നില്ല. അവരെ കൊണ്ടൊക്കില്ല. ഇത് ടോട്ടൽ ലോസിൽ തള്ളിയിരിക്കുക. സോദരം, ഇവരെ കൊണ്ടൊക്കില്ല. ഇവർ ഞാൻ ആരുടെയും പേര്, ഇവരെല്ലാം നല്ല ആളുകളാണ്. ഈ സാറുമാരെല്ലാം നല്ല ആളുകളാണ്. പക്ഷേ ഇവരെ കൊണ്ട് നന്നാക്കാനൊക്കില്ല. ഭരണകൂടം മാറി മറിഞ്ഞു വന്നിടും, ഭരണകൂടം മാറി മറിഞ്ഞു വന്നിടും, ഭരണാധികാരികൾ പൊടുന്നനവെ മാറിടും. കൈയടിച്ചോ. ഭരണാധികാരികൾ പൊടുന്നനവെ മാറിടും, മരിച്ചുയർത്താവൻ ഭരണം കയ്യേൽക്കും, മരിച്ചുയർത്താവൻ ഭരണം കയ്യേൽക്കും. പഠിക്കണേ. യേശുരാജൻ വേഗം വാനിൽ വന്നിടും, യേശുരാജൻ വേഗം വാനിൽ വന്നിടും, നന്മരവിനായൊരുങ്ങി നിൽക്കാം ദിനം, ഗംഭീരനാദം കേൾക്കും നിശ്ചയം. ചൊല്ലിയോടെ. ഗംഭീരനാദം കേൾക്കും നിശ്ചയം. ഓ ഭരണകൂടം മാറി മറിഞ്ഞു വന്നിടും, ഭരണകൂടം മാറി മറിഞ്ഞു വന്നിടും, ഭരണാധികാരികൾ ഭരണാധികാരികൾ മാറുന്നു, മരിച്ചുയർത്താവൻ ഭരണം കയ്യേൽക്കും, മരിച്ചുയർത്താവൻ ഭരണം കയ്യേൽക്കും. ഓ അത്യമുതലായ സകല വൃക്ഷവും, അത്യമുതലായ സകല വൃക്ഷവും കൂട്ടമായി തടുത്തു കാൺമതോർത്തു നോക്കുകിൽ, കൂട്ടമായി തടുത്തു കാൺമതോർത്തു നോക്കുകിൽ. ഓ നാദത്തിൽ നാദം കേൾക്കാറായി, ഓ നാദത്തിൽ നാദം കേൾക്കാറായി. യേശുരാജൻ വേഗം വാനിൽ വന്നിടും, യേശുരാജൻ വേഗം വാനിൽ വന്നിടും, തൻവരവിനായൊരുങ്ങി നിൽക്കണം ദിനം. ഓ തൻവരവിനായൊരുങ്ങി നിൽക്കണം ദിനം, ഗംഭീരനാദം കേൾക്കും നിശ്ചയം, ഗംഭീരനാദം. സൂര്യചന്ദ്ര. ഓ സൂര്യചന്ദ്ര താരകാദിഗോളങ്ങൾ, സൂര്യചന്ദ്ര താരകാദിഗോളങ്ങൾ സൂക്ഷ്മബുദ്ധികൾ നിരീക്ഷണം നടത്തുമ്പോൾ, സൂക്ഷ്മബുദ്ധികൾ നിരീക്ഷണം നടത്തുമ്പോൾ മാറ്റം വരുവാൻ പോകുന്നു, മാറ്റം വരുവാൻ പോകുന്നു. യേശുരാജൻ വേഗം വാനിൽ വന്നിടും, യേശുരാജൻ വേഗം വാനിൽ വന്നിടും. ഗംഭീരനാദം കേൾക്കും നിശ്ചയം, ഗംഭീരനാദം കേൾക്കും നിശ്ചയം. ഓ യേശുരാജൻ വേഗം വാനിൽ വന്നിടും, യേശുരാജൻ വേഗം വാനിൽ വന്നിടും, തൻവരവിനായൊരുങ്ങി നിൽക്കണം ദിനം, തൻവരവിനായൊരുങ്ങി നിൽക്കണം ദിനം, ഗംഭീരനാദം കേൾക്കും നിശ്ചയം, ഗംഭീരനാദം കേൾക്കും നിശ്ചയം, ഗംഭീരനാദം കേൾക്കും നിശ്ചയം, ഗംഭീരനാദം കേൾക്കും നിശ്ചയം, ഗംഭീരനാദം കേൾക്കും നിശ്ചയം. ഓ ഭരണകൂടം മാറി മറിഞ്ഞു വന്നിടും, ഓ ഭരണകൂടം മാറി മറിഞ്ഞു വന്നിടും, ഭരണാധികാരികൾ പൊടുന്നതിനാലെ മാറുന്നു, മരിച്ചുയർത്തവൻ ഭരണം കയ്യേൽക്കും, മരിച്ചുയർത്തവൻ ഭരണം കയ്യേൽക്കും. യേശുരാജൻ വേഗം വാനിൽ വന്നിടും,
യേശുരാജൻ വേഗം വാനിൽ വന്നിടും. തൻവരവിനായൊരുങ്ങി നിൽക്കണം ദിനം, തൻവരവിനായൊരുങ്ങി നിൽക്കണം ദിനം. ഗംഭീരനാദം കേൾക്കും നിശ്ചയം, ഗംഭീരനാദം കേൾക്കും നിശ്ചയം. യേശുരാജൻ വേഗം വാനിൽ വരും. തൻവരവിനായി ഒരുങ്ങി നിൽക്കുന്ന ജനം ഗംഭീരനാദം കേൾക്കും. ഇവിടെ കയറി വരുവീൻ എന്ന ശബ്ദത്തിങ്കിൽ ദൈവത്തിൻ്റെ സഭ ഇവിടുന്ന് എടുക്കപ്പെടാൻ പോകുകയാണ്. പ്രത്യാശയുള്ള കരങ്ങൾ ഉയർത്തിയാട്ടി സ്തോത്രം പറയൂ. കൈകൾ അടിച്ച ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറയും. സമയം പോയി, ചില കാര്യങ്ങൾ എനിക്ക് അവിടെ പറയണമെന്നുണ്ട്. അതെ, യേശു വരാതെ, നമ്മുടെ കർത്താവ് ഭരിക്കാതെ ഇവിടെ ന്യായവും നീതിയും നടക്കില്ല. ഒരു രാജാവ് നീതിയോടെ വാഴും. നിങ്ങൾ വിചാരിക്കുന്നില്ല ഇവരാരും നമുക്ക് നന്മ നൽകില്ല. 10 ഓട്ടുള്ളിടത്ത് നിങ്ങളെ അവർ സഹായിക്കുന്നുണ്ടായിരിക്കും, അതില്ലാത്തിടത്ത് തിരിഞ്ഞു നോക്കില്ല. ഞങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇത് പറയണമെന്ന് തന്നെ വിചാരിച്ചാൽ വന്നേ. മനസ്സിലായോ? 10 ഓട്ട് കിട്ടുന്നിടത്ത് ഇവരെല്ലാം ഓടി വരും, അല്ലാത്തിടത്ത് തിരിഞ്ഞു നോക്കില്ല. ഘോരൻ ഇമ്പിളും കുമ്പിള്ള കഞ്ഞി. മനസ്സിലായോ? സാധുക്കൾക്ക് ഒരു നീതിയില്ല, സ്വജനപക്ഷപാതവും തകർച്ചയാ. പക്ഷേ ഒരു രാജാവ് നീതിയോടെ വാഴും. നമ്മുടെ പ്രതീക്ഷ യേശു കർത്താവിൻ്റെ വരവാണ്. സുഹൃത്തുക്കളെ, വേദപുസ്തകം ഒരിക്കൽ പറഞ്ഞ പലതും ശാസ്ത്രത്തിനും മനുഷ്യനും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ നമ്മുടെ കൺമുമ്പിൽ അവ നിവർത്തിക്കപ്പെട്ടു. കാഹളം ധ്വനിക്കുമെന്നും മരിച്ചവർ ഉയർക്കുമെന്നും രൂപാന്തരം പ്രാപിക്കുമെന്നും കുറച്ചു പേർ പറക്കുമെന്നും ഒക്കെ പറഞ്ഞാൽ പലർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഒരു സംഭവം പറഞ്ഞിട്ട് തെളിവ് നിരത്തി ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. അതായത് ബൈബിൾ ഒരിക്കൽ ശരിയെന്ന് പറഞ്ഞാൽ എന്നും ശരിയാ, ബൈബിൾ ഒരിക്കൽ തെറ്റെന്ന് പറഞ്ഞാൽ എന്നും തെറ്റാ. നിന്നോടൊരു ദൂത് പറയാം. ദൈവം തമ്പുരാൻ ഒരു ദൂത് നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാഹചര്യമൊന്നും അനുകൂലമല്ലെങ്കിലും പറഞ്ഞത് സർവശക്തനാകിയാൽ അത് സംഭവിച്ചിരിക്കും. ശക്തിയോടെ ദൈവത്തെ ആരാധിക്കുക മക്കളെ. അതിന് വേഗത്തിൽ ഇച്ചിരി സമയമെടുത്ത് പറയേണ്ടതാ. തെളിവ് പെട്ടെന്ന് മക്കളെ ഒന്ന് വായിച്ചോ, ഇച്ചിരി നന്നായിട്ടൊന്ന് വായിക്കണം. ഞാൻ ഈ സ്പീഡിൽ പോകുമ്പോൾ നിങ്ങളിങ്ങനെ കഞ്ഞോ നോക്കത്തില്ല, ശക്തമായിക്കണം. കൃപയൊക്കെ ഏറ്റെടുത്ത് വായിച്ചോ. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം വായിച്ചാട്ടെ. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 7-ാം വാക്യം വായിച്ചോ. അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം, ഈ വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൽ 2 സാക്ഷികൾ വരുന്ന, നിങ്ങൾ ശ്രദ്ധിക്കുക. ആ മോള് വായിക്കും, ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരുന്നാട്ട്. അതായത് 11-ാം അധ്യായത്തിൽ 2 സാക്ഷികൾ വരും. അപ്പോഴാണ് വരുന്നതെന്നറിയാമോ? കർത്താവായ യേശുവിൻ്റെ വരവിൽ സഭ എടുക്കപ്പെടും. അതിനുശേഷം മഹോദരകാലം ആരംഭിക്കും, അല്ലെങ്കിൽ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ വാഴ്ച ആരംഭിക്കും. അപ്പോൾ 2 സാക്ഷികൾ ഇവിടെ വരും. 2 സാക്ഷികൾ. അവർ മോശയും ഏലിയാവും. ചിലർ പഠിപ്പിക്കുന്നത് ഹാനോക്കും ഏലിയാവും. എന്തായാലും ആട്ടെ, 2 സാക്ഷികളെ അന്ന് ഇവിടെ ഉള്ളൂ. 2 പ്രസംഗികർ, 2 പ്രവാചകർ. പക്ഷെ ആ മോള് വായിച്ച കേട്ടോ, ആ ബൈബിൾ പറയുന്നു അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം എന്ന് പറഞ്ഞാൽ ഈ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ സകല സൈന്യം ഇവിടെ ഉള്ളപ്പോൾ 2 അഭിഷക്തന്മാരിവിടെ വന്നിട്ട് അവരുടെ ശുശ്രൂഷ തികയ്ക്കാതെ അവരെ തൊടാൻ അവന് കഴിഞ്ഞില്ല. നിന്റെ രാത്രി സ്റ്റേജിലും പുറത്തു വിരിക്കുന്ന ദൈവമക്കളോടും ദൈവദാസന്മാരോടും പറയാം, നിന്റെ ശുശ്രൂഷ തീരാതെ നിന്നെ തൊടാൻ അവന് കഴിയില്ല. ശക്തിയോടെ കൈയടിച്ച് വാതുറന്ന് സ്തോത്രം പറഞ്ഞുകൊണ്ട് പറ, നിന്നെ കൊണ്ട് ദൈവം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന തികയ്ക്കാതെ ഒരു അന്ധകാര വ്യാപാരത്തിന് തൊടാൻ കഴിയില്ല. അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ നിന്നും കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ച് കൊന്നുകളയും. അടുത്ത വാക്യം, അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സോദോമെന്നും മിസ്രൈമെന്നും പേരുള്ളതുമായ മഹാനഗരത്തിൽ അവരുടെ വീതിയിൽ അവരുടെ ശവം കിടക്കും. ആരുടെ ശവം? ഈ 2 സാക്ഷികളുടെ, മോശയുടെ ഏലിയാവിന്റെയും. ഇതുവരെ സംഭവിച്ചിട്ടില്ല, സംഭവിക്കാൻ പോവാ. വായിച്ചോ അടുത്ത വാക്യമായി. സകല വംശക്കാരും സകല ഗോത്രക്കാരും സകല ഭാഷക്കാരും ജാതിക്കാരും അവരുടെ ശവം എത്ര ദിവസം കാണും? 3 ദിവസം. എവിടെ കിടക്കുന്നവരുടെ ശവം? യെരുശലേമിൽ കിടക്കുന്ന. യെരുശലേമിനെ കുറിച്ചാണ്. യെരുശലേമിൽ 2 സക്തസാക്ഷികളായി അവർ മരിക്കും. 2 സാക്ഷികൾ, മോശയും ഏലിയാവും. അവരുടെ ഡെഡ് ബോഡി അവിടെ കിടക്കും. അവിടെ എഴുതിയിരിക്കുന്നു സകല ഭാഷക്കാരും സകല വംശക്കാരും. ആ ഡെഡ് ബോഡി 3.5 ദിവസം കാണും. അടുത്ത ഒരു വാക്യം കഴിഞ്ഞാൽ 3.5 ദിവസം കഴിയുമ്പോൾ യഹോവയുടെ ശ്വാസം അവിടെ മേൽ വന്ന് ഇവിടെ കയറി വരുവീൻ എന്ന് പറയുമ്പോൾ അവർ കരയേറി പോകും. ഉടനെ ഭൂമിയിൽ ഭൂമികുലുക്കമുണ്ടാകും. ഇതും ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കും. ഒന്നുകൂടെ ആ പദം ആവർത്തിക്കുക. യെരുശലേമിൽ കിടക്കുന്ന 2 സാക്ഷികളുടെ, 2 പ്രവാചകരുടെ, മോശയുടെയും ഏലിയാവിൻ്റെയും ഡെഡ് ബോഡി 3.5 ദിവസം. ഇങ്ങോട്ട് നോക്കിയേ,
ഇങ്ങോട്ട് നോക്കിക്കേ, സകല ഭാഷക്കാരും സകല വംശക്കാരും സകല ജാതികളും കാണുമെന്ന് ഈ വേദപുസ്തകം എഴുതി വെച്ചപ്പോൾ നോ ലൈവ് ടെലികാസ്റ്റ്, നോ TV, നോ റേഡിയോ, നോ വാട്സാപ്പ്, നോ ഫേസ്ബുക്ക്, ഇന്റർനെറ്റ് ഇല്ല, മൊബൈൽ ഇല്ല, ടെലഫോണില്ല, TV ഇല്ല. പക്ഷെ പാവപ്പെട്ട മുമ്പേ പറഞ്ഞ പോലെയുള്ള അഭിഷക്തന്മാർ പറഞ്ഞു, ഞങ്ങളുടെ ദൈവം പറയുന്നു ഈ ഡെഡ് ബോഡി ലോകം മുഴുവൻ കാണുമെന്ന്. ലോകം വരെ ഭ്രാന്തന്മാരെന്ന് പറഞ്ഞു. കാണുമോന്ന്? അയ്യോ, എന്തേലും ഒന്ന് പറ. കാണും. ഇപ്പം പറയാൻ കാണുമെന്ന്. പക്ഷെ ഒരു സാധ്യതയുമില്ലാത്ത കാലത്ത് ഈ ബൈബിൾ എഴുതി വെച്ചു, യെരുശലേമിൽ കിടക്കുന്ന ഡെഡ് ബോഡി നെയ്യാറ്റിൻകര കിടക്കുന്ന ഇവിടെ കാണാനൊക്കാത്ത കാലത്ത്, തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഇവിടെ കാണാനൊക്കാത്ത കാലത്ത് ഈ വിശുദ്ധ ബൈബിൾ പറഞ്ഞു, ഭൂലോകത്തിൻ്റെ മധ്യഭാഗത്ത് രക്തസാക്ഷികളായി കിടക്കുന്ന വിശുദ്ധന്മാർ ഡെഡ് ബോഡി സകല ജാതിക്കാരും സകല ഭാഷക്കാരും സകല വംശക്കാരും കാണും. ഇത് വായിച്ചവൻ എഴുതി, ഏത് മൊണ്ണയാടാ ഇത് എഴുതി വെച്ചതെന്ന്. സ്തോത്രം. ദൈവദാസന്മാർ പ്രസംഗിച്ചപ്പം മുമ്പേ പറഞ്ഞവർ പരിഹസിച്ചു, പക്ഷേ അവർ ഭാരപ്പെട്ടില്ല. അപമാനം സഹിച്ച്, ആക്ഷേപം സഹിച്ച് ഞങ്ങളുടെ പിതാക്കന്മാർ പറഞ്ഞു, ബൈബിൾ പറഞ്ഞെങ്കിൽ അത് സംഭവിച്ചിരിക്കും. ഇന്ന് രാത്രി നിന്നോടും പരിശുദ്ധാത്മാ പറയാ, ദൈവം നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകം മുഴുവൻ അസാധ്യമെന്ന് പറഞ്ഞാലും, ദുഷ്ടപിശാചുവിൻ്റെ 1000 ദൂതന്മാരും നടക്കത്തില്ലെന്ന് പറഞ്ഞാലും, തമ്പുരാൻ നിന്നോട് പറഞ്ഞെങ്കിൽ നടന്നിരിക്കും. ശക്തിയോടെ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, സംഭവിക്കുമെന്ന് പറ. മുമ്പേ പറഞ്ഞ പോലെ ഇതുപോലുള്ള സംവിധാനം ഒന്നുമില്ലെങ്കിലും അവർ പ്രസംഗിച്ചു, നടക്കുമെന്ന് പറഞ്ഞു. ആളുകൾ മോശന്മാരെന്ന് പറഞ്ഞു, വട്ടന്മാരെന്ന് പറഞ്ഞു, ഭ്രാന്തന്മാരെന്ന് പറഞ്ഞു. പക്ഷെ അവർ പറഞ്ഞുകൊണ്ടേയിരുന്നു. കുറേ കാലം കഴിഞ്ഞപ്പോൾ റേഡിയോ കണ്ടുപിടിച്ചു. കുറേ കാലം കഴിഞ്ഞപ്പോൾ എന്തോ കണ്ടുപിടിച്ചു? ടി വി കണ്ടുപിടിച്ചു. അപ്പോൾ ലൈവൊന്നും തുടങ്ങിയിട്ടില്ല. അപ്പം TV വന്നപ്പോഴത്തേന് ആളുകൾ പറയാൻ തുടങ്ങി, ഏതാണ്ട് നടക്കും. അപ്പം നമ്മുടെ വിശുദ്ധന്മാർ പലരും TV വാങ്ങി. എന്തിനാ വാങ്ങിയേ? യെരുശലേമിൽ കിടക്കുന്ന വിശുദ്ധന്മാരെ കാണാൻ. അനങ്ങുന്നില്ലല്ലോ. അപ്പം അതിൻ്റെ അർത്ഥം പുള്ളിക്ക് പോത്തിൽ ഇവിടെ കിടക്കുന്നല്ലേ. പോട്ടെ, അവർ TV വാങ്ങിയേ യെരുശലേമിലെ വിശുദ്ധരെ കാണാൻ. നിങ്ങളെന്തിനാ TV വാങ്ങിയേ? അല്ല, ഒന്ന് പറ. ഓണം വരാനും മൂലം വേണ്ടേ? നമ്മളെന്തിനാ TV വാങ്ങിയേ? അത് TVക്കകത്തിൽ സുരേഷ് ബാബുവും KC ജോണും ബാബു ചെറിയാനും ഭീമോനച്ചിൻ്റെ ഒക്കെ പ്രസംഗം കേൾക്കാം. നമുക്കൊന്ന് വല്ലപ്പോഴും വാർത്തയും കാണാം. വാങ്ങിയത് എന്തിനാ? പ്രസംഗം കേൾക്കാൻ. ഇപ്പം കാണുന്നത് എന്നാ? നേരം വൈകുമ്പോഴത്തേന് ടിഷ്യൂ എടുത്ത് അല്ലെങ്കിൽ ടവലെടുത്തുകൊണ്ടിരുന്ന് അങ്ങ് കണ്ണുനീരപ്പുക. കണ്ണീർ പരമ്പര എങ്ങനെ ഒളിച്ചോടാമെന്ന് പിള്ളേരെ കാണിച്ചു കൊടുക്കുക. വാങ്ങിയത് എന്തിനാ? പ്രസംഗം കേൾക്കാൻ. കാണുന്നത് എന്തുവാ? അതുകൊണ്ട് എന്തു പറ്റി? പണ്ട് സന്ധ്യയ്ക്ക് വീട്ടിൽ നിന്നൊക്കെ ഒരു വല്ലപ്പോഴൊരു പാട്ടും പ്രാർത്ഥന വരുമായിരുന്നു. ഞാൻ ഈ കല്യാണം എല്ലാം നടത്തുമ്പോൾ ഇത് പറയും. ഇപ്പം കരണ്ട് കട്ട് വരാൻ നോക്കിയിരിക്കുക. ഇപ്പം കട്ടുമില്ല. കാരണം സീരിയൽ വലിയ ഗൗരവം മറയിറക്കാം. ഇത് കണ്ടുകൊണ്ടിരിക്കുക. നേരം വെളുപ്പിനെ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ ഒരു പാട്ട് വരുമായിരുന്നില്ലേ സന്ധ്യയ്ക്ക്. ഞാനെപ്പോഴും ഇന്നലെയും പറഞ്ഞു, നാട്ടുകാർ ഉറങ്ങാൻ പോയത് നമ്മുടെ പിതാക്കന്മാരുടെ പാട്ട് കേട്ടുകൊണ്ടാണ്. നാട്ടുകാരുണർന്നത് നമ്മുടെ പാട്ട് കേട്ടുകൊണ്ടാണ്. അയ്യോ, എനിക്ക് ചേർന്ന് നിൽക്കണമെന്നുണ്ട്. കൊടുങ്കാറ്റുണ്ടി വനദേശ പ്രിയനേ എന്നെ വിടല്ലേ. കൊടുങ്കാറ്റുണ്ടി പ്രിയനേ വിടല്ലേ. കൊതിയോടു ഞാൻ വരുന്നേ, എൻ്റെ സങ്കടം അങ്ങു തീർക്കണേ. കൊതിയോടു ഞാൻ വരുന്നേ, എൻ്റെ സങ്കടം. പിന്നെ നഗ്നനായി ഞാൻ നഗ്നനായി തന്നെ പോകുമേ. നഗ്നനായി ഞാൻ
എൻ്റെ കൂടെ. ഞാനിത് പാടിയത് എത്ര പേർക്ക് അറിയാവുന്ന ആർക്കാലും നമ്മുടെ ഗായക സംഘത്തിന് അറിയാം, നിങ്ങൾക്കറിയാം. നിങ്ങൾ കുഞ്ഞുങ്ങളിൽ ചെല്ലും പാടും, നമ്മുടെ ഇവിടെ എല്ലാം പാടുന്നുണ്ട്. എല്ലാവർക്കും ഒന്നും ഇത് അറിഞ്ഞുകൂടാ, പലർക്കും. എത്ര പേർക്ക് അറിയാവുന്നൂടെ അറിയണമല്ലോ. ഇത് വേഴ്സ് വ്യൂ നിന്ന് പഠിച്ചതല്ല, സിയോൻ ഗീതാവിൽ നിന്ന് പഠിച്ചതല്ല. അപ്പനും അമ്മയും ഇരുന്ന് കണ്ണുനീരോട് പാടി നമ്മൾ പഠിച്ചു. നിന്റെ തലമുറ ഇത് പഠിപ്പിക്കണം. എന്താ രാവിലെ എഴുന്നേറ്റ് പാടി, മക്കളെ നഗ്നനായി വന്ന് നഗ്നനായി പോവും, ഒന്നും കൊണ്ടുപോകാനില്ല, അങ്ങോട്ട് നോക്കി യാത്ര ചെയ്തോണം. വെളുപ്പിനെ ഇപ്പോൾ എത്ര പേര് എഴുന്നേക്കും? ഞാൻ എല്ലായിടത്തും ചോദിക്കുന്നുണ്ട്. രാവിലെ പിള്ളേരോട് ഇരുന്ന്, ഇന്ന് രാവിലെ മക്കളുടെ കൂടെ ഇരുന്ന് വേദവസം വായിച്ച് പ്രാർത്ഥിച്ച് എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ട്? കൈവക്കിക്കുന്നില്ല. കുറച്ച് പേര് കാണും. ഇന്നലെ രാത്രിയിലോ കൺവെൻഷനായിരുന്നില്ലേ, 5 മണിയാകുമ്പോൾ ഒരു കൂടെ വെള്ളം കൊണ്ടുവന്ന് അമ്മ ഒഴിക്കുമായിരുന്നു പണ്ട്, അല്ലേ? സന്ധ്യയ്ക്ക് കുടുംബ പ്രാർത്ഥന നടത്തിയില്ലേ, അത്താഴം തരത്തില്ലായിരുന്നു. മൊബൈലില്ലയോ ആരുടെയിലും? ആരുടെയിലും മൊബൈലുണ്ടോ? എന്നെടുത്തു, പെട്ടെന്ന് ഇനി തന്നു. താങ്ക് യു പാസ്റ്റർ. ഇപ്പം എന്നാ പ്രശ്നം? ഇപ്പം വെളുപ്പിനെ 3 മണി വരെ ഇതേല പ്രയോഗം. മുറിക്കകത്ത് കയറി ലൈറ്റ് അടച്ചിട്ട് അവൻ പുതപ്പ് വിട്ടിട്ട് ഇതിനകത്ത് കുത്തല്, തൂപ്പല്, തുടയ്ക്കല്, കുത്തല്, തൂപ്പല്, തുടയ്ക്കല്. അവൻ ഉറങ്ങുന്നത് വെളുപ്പിനെയൊക്കെയാണ്. പിന്നെ അങ്ങനെ 5 മണിക്ക് എഴുന്നേക്കുന്നത്. രക്ഷകനായി വന്ന് അന്ധകനായി മാറിക്കൊണ്ടിരിക്കുക. മനസ്സിലായോ? മുഴുവൻ പ്രശ്നം ഇതിനകത്തായിപ്പോൾ. യേശു വരാറായി. നിൻ്റെ എന്തിനാ ഇപ്പം ലൈവ് പോയിക്കൊണ്ടിരിക്കുക? ഇതിൻ്റെ ഒരു ഗുണമുണ്ട്. ലൈവ് ഇതിനകത്ത് നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ഇവിടെ വന്നതിൻ്റെ 10 മടങ്ങാം. 15,000, 25,000, 30,000. പിന്നെ വെട്ടിയിടുകയും ചെയ്യാം. ഇഷ്ടം പോലെ വെട്ടേണ്ടവർക്ക് വെട്ടാം. ഇതുകൊണ്ടൊരു ഗുണമുള്ള എന്താണെന്നറിയാമോ? ഈ ദൈവമക്കളൊക്കെ ഇങ്ങനെ കയ്യടിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇത് പറയാതിരിക്കാൻ ഒക്കില്ല, പ്രത്യേകിച്ച് ഇവിടെ പറയണമെന്ന് എനിക്ക് തോന്നി. ദൈവമക്കൾ ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റേജിൽ നിന്ന് ഉപദേശിമാർ ഉറങ്ങി താഴോട്ട് വീഴും. ഇത് ലൈവായി ലോകം മുഴുവൻ കാണും. ഇനിയെങ്കിലും ഈ ലോബി വന്നിരുന്ന് ഉറങ്ങല്ലേ. സത്യം പറയുക പാസ്റ്ററെ, സത്യം, ഞാൻ കള്ളൊന്നും പറയുന്ന ആളല്ല. ഞാൻ ഒരിടത്ത് ഭയങ്കര പ്രസംഗം ഇളകി മറി ജനം ആരാധിക്കും, എനിക്കറിയാമല്ലോ. അപ്പം ഞാൻ കൂർക്കമ്മലി നോക്കിയപ്പോൾ അധ്യക്ഷനിരുന്ന് കൂർക്കമ്മലിക്കുക. ഇവിടെ കർത്താവിൻ്റെ വരവളി പറയുമ്പോൾ നീ ഇരുന്ന് ഉറങ്ങിയ കാകളം നടിക്കുമ്പോൾ നീ പറക്കുകയല്ല, കറങ്ങും. ലൈവായി കാണാം, എല്ലാം ലൈവാ. എത്ര ആയിരങ്ങളെ സ്പർശിക്കുന്നത്. അത് മാത്രമല്ല, അതിനകത്തൊരു ഗുണവും ദോഷമുണ്ട്. ഏതാണ്ട് 17 വർഷമോ 15 വർഷം, ഇപ്പം ഇത് തുടങ്ങിയിട്ട് അത്രയേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു 10 വർഷമെങ്കിലും മുമ്പുള്ള, 5-8 വർഷം മുമ്പുള്ള, അത് റെക്കോർഡ് അന്ന് ചെയ്തതാണ്. 8-10 വർഷമുള്ള ഒരു മെസ്സേജിൻ്റെ കട്ടിങ് കഴിഞ്ഞ ആഴ്ച എൻ്റെ 1.5 ലക്ഷം ആളുകൾ കണ്ടത്. എന്ന് പ്രസംഗിച്ചതാ. പക്ഷേ ആളുകൾക്കത് ഇന്ന് ജീവനായി ഏറ്റെടുക്കുകയാണ്. ഇതൊരു ഗുണമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതേ, ഇപ്പോൾ ഇതൊക്കെ പണ്ടൊരു ഓവിവാനൊക്കെ വന്ന് നിൽക്കണം, അതിൻ്റെയൊന്നും ആവശ്യമില്ല. കണ്ടോ, നമ്മുടെ കുഞ്ഞുങ്ങൾ സഹോദരങ്ങളത് വിട്ടുകൊണ്ടിരിക്കുക. ഇപ്പോൾ അതുപോലും വേണ്ട. ഇപ്പോൾ ഈ കാണിച്ച സാധനം 2 തീപ്പെട്ടിക്കൂടിൻ്റെ വലിപ്പമുള്ളൊരു സാധനം ഇങ്ങോട്ട് ഓണാക്കി വെച്ചിട്ട് FB ലൈവ്, ഫേസ്ബുക്ക് ലൈവ് എന്നും പറഞ്ഞ് ഓണാക്കി ഇട്ടാൽ മതി, അങ്ങ് പോവും. നമ്മൾ ഈ ഉറങ്ങി വീണത് ഉൾപ്പെടെ, വായിക്കോട്ടെ വിടുന്നതൊക്കെ എല്ലാം പോവും. എടാ, നിൻ്റെ കയ്യിൽ ഇതൊക്കെ തമ്പുരാൻ തന്ന എന്തിനാണെന്നറിയാമോ? ലോകത്തെവിടെ നടക്കുന്ന കാര്യവും നിൻ്റെ പോക്കറ്റിൽ ചാടി വീണുകൊണ്ടിരിക്കുക. വേദപുസ്തകം പറഞ്ഞു, സകല ഭാഷക്കാരും സകല വംശക്കാരും അത് കാണും. എല്ലാം റെഡിയായി കഴിഞ്ഞു. ഞങ്ങൾ ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, വേദപുസ്തകം പറഞ്ഞ് അതുപോലെ നിൻ്റെ കൺമുമ്പിൽ നടന്നെങ്കിൽ ഇനിയുള്ള നടക്കും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും, ജീവനോട് ശേഷിക്കുന്നവർ രൂപാന്തരം പ്രാപിക്കും. യേശു മടങ്ങി വരും. കയ്യൊന്നടിച്ച് ശക്തിയോട് സ്തോത്രം പറഞ്ഞു. യേശു മടങ്ങി വരും, യേശു മടങ്ങി വരും, യേശു മടങ്ങി വരും. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങുക. കർത്താവിൻ്റെ വരവേ നിമിഷം സംഭവിക്കും. മുമ്പേ പറഞ്ഞു, കർത്താവ് താൻ ഗംഭീരനാഥത്തോടും ദൈവത്തോടും ശബ്ദത്തോടെ സ്വർഗ്ഗത്തിൽ ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർന്നു നിൽക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന അവരോടൊരുമിച്ച് ആകാശമേങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ ഓർക്കും. പറ, എടുക്കപ്പെടും. ഒരുമിച്ചൊന്ന് പറഞ്ഞേ, എടുക്കപ്പെടും. പറഞ്ഞാട്ടെ, എടുക്കപ്പെടും. ഒരു എടുക്കപ്പെടലുണ്ട്. നാം എടുക്കപ്പെടും. റാപ്പിയോ, റാപ്ചർ, തട്ടിക്കൊണ്ടുപോകും, റാഞ്ചിക്കൊണ്ടുപോകും. ഹാനോക്ക് ദൈവത്തോട് നടന്നു, ദൈവനെ എടുത്തുകൊണ്ട് കാണാതായി. ആളുകൾക്കത് വിശ്വസിക്കാൻ കഴിയാത്ത കുറച്ച് പേരൊന്ന് കാണാതാകും. എങ്ങനെയാണ് കാണാതാകുന്നത്? ഞാനിപ്പോൾ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുക,
ഇപ്പം കാഹളം നണിച്ചാൽ എൻ്റെ കയ്യിൽ നിന്ന് മൈക്ക് താഴോട്ട് പോകുമ്പോൾ ആ മേളോട്ട് പോകും. കണ്ണെത്തില്ല, കണ്ണിമയ്ക്കുന്നിടയില്ല. 25 നില ഇവിടെ ഉണ്ടെങ്കിലും എനിക്ക് തടസ്സമല്ല, ഞാൻ മേളോട്ട് കുതിക്കും. ഏത് നിമിഷവും അപ്രത്യക്ഷരാകും. ഈ അമേരിക്കയിലൊക്കെ ചില കാറിൻ്റെ പുറകിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഈ കാർ ഓടിക്കുന്ന ഡ്രൈവർ ഏത് നിമിഷവും അപ്രത്യക്ഷനാകുമെന്ന്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറകിന് വരുന്ന സൂക്ഷിച്ചു വേണം. യേശു വരും, കാഹളം ധ്വനിക്കും, മരിച്ച വിശുദ്ധർ ഉയർക്കും. ഞാൻ ഒരു സംഭവം പറഞ്ഞങ്ങ് നിർത്തിയേക്കാം. കാരണം എന്നെ നോക്കിയാൽ ഞാൻ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്, ഞാൻ ഉദാഹരണം പറയുന്നുള്ളൂ കേട്ടോ, പിണങ്ങരുതാരും. കർത്താവിൻ്റെ വരവിനെക്കുറിച്ചാണ്. ഈ യോഗം അവസാനിക്കും മുമ്പ്, ഞാൻ മൈക്ക് കൈമാറും മുമ്പ് കാഹളം ധ്വനിച്ചെന്നിരിക്കട്ടെ. ഇവിടെ ഇരുന്ന് ഏതാണ്ട് ഒരു 50-60% അങ്ങ് പറന്നു പോയി. ഒരു 60 പോയെന്ന് വിചാരിക്കാം. ബാക്കി 40 ഇവിടെ ഇരുന്നു. ആ കൂട്ടത്തിൽ ഞാനും ഈ മൈക്കും കൊണ്ട് ഇവിടെ നിന്നാലോ? ഞാനും ഇതുവരെ ഞാൻ എന്നാ പ്രസംഗിച്ചുകൊണ്ടിരുന്നേ? കാഹളവും എടുക്കുക. അപ്പം ബാക്കി 40 ഇവിടെ ഇരിക്കുന്ന 40 കൂടെ എന്നെ ഞോണ്ടി കൊല്ലും. സ്തോത്രം. എന്നിട്ട് കെ ജോയിച്ചാൻ പ്രസംഗിച്ചും പറഞ്ഞ് സുവിശേഷ യോഗത്തിന് വരത്തില്ല, ഉപവാസപ്രാർത്ഥനയ്ക്ക് വരത്തില്ല, സഭായത്തിന് വരത്തില്ല. അപ്പം പാസ്റ്റർ ചോദിക്കുക, എന്നാ ചാക്കോച്ചാ വരാഞ്ഞേ? വന്നില്ലെന്നേ ഉള്ളൂ. വന്നില്ലെന്നേ ഉള്ളൂ. കൺവെൻഷൻ എന്താ? വന്നില്ലെന്നേ ഉള്ളൂ. കർത്താവ് വന്നു, കാഹളം ധ്വനിച്ചു, ദൈവമക്കളങ്ങ് പോയി. ചാക്കോച്ചാൻ അന്നേരം ഇവിടെ ഉണ്ട്. അപ്പം വഴിയെ കൂടെ പോയപ്പോൾ ആളുകൾ ചോദിച്ചു, ചാക്കോച്ചായ ബാക്കി എല്ലാവരും പോയല്ലോ, ചാക്കോച്ചായം പോയില്ലല്ലോ. പോയില്ലെന്നേ ഉള്ളെന്ന്. നീ അങ്ങനെ പറയല്ലേ. ലോകാരം മുതലുണ്ടാകാത്ത വലിയ കഷ്ടകാലം ഉണ്ടാവും. ഏത് നിമിഷവും കാഹളം ധ്വനിക്കും. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ എനിക്കിവരെ നന്നായി അറിയാം, നന്നായി പാടുന്നു. ഞാൻ ഉദാഹരണം ഒന്ന് പറയാം നിങ്ങളെക്കുറിച്ചുകൂടെ. അതായത് ഇപ്പോൾ ഇവർ പാടാൻ പോകുന്ന പാട്ട് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി കർത്താവ് താൻ ഇത് പാടിക്കൊണ്ട് അല്ലേ, ഇവരല്ലെങ്കിൽ ഒരു 100 ഗായക സംഘം ഇവിടെ ഉണ്ടെന്നിരിക്കട്ടെ. എനിക്ക് തോന്നുന്നു കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു മുമ്പ് അല്ലേ. പാടിക്കൊണ്ടിരിക്കുക കർത്താവ് താൻ ഗംഭീരം. ഇത് പാടിക്കൊണ്ടിരുന്നപ്പം കാഹളം ധ്വനിച്ചു. പാടിക്കൊണ്ടിരുന്നവനങ്ങ് പോയി. കൊട്ടിക്കൊണ്ടിരുന്നവനോട് നിന്നാലോ? തിരിച്ച് കൊട്ടിക്കൊണ്ട് നിന്ന ആളങ്ങ് പോയി. പാടിക്കൊണ്ട് നിന്നവരപ്പോഴും കർത്താവും ഗംഭീരം പാടിക്കൊണ്ട് നിന്നാലോ? തിരിച്ചും സംഭവിക്കും. അത് സൂക്ഷിക്കാനാ. ഈ നമ്മുടെയൊക്കെ ജനറൽ കൺവെൻഷനുകൾ വരാൻ പോവാം. നമ്മുടെയൊക്കെ എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാനും ഒരു സെൻട്രൽ പാസ്റ്ററാണ്. ഏതൊന്നും പറയുന്നില്ല. നമ്മുടെ എല്ലാം ജനറൽ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുമ്പം കാഹളം ധ്വനിച്ചെന്നിരിക്കട്ടെ, അപ്പോഴും സ്റ്റേജിൽ കുറച്ച് പേരിങ്ങനെ വീശിക്കൊണ്ടിരുന്നാലോ? അത് സംഭവിക്കും. 2 പേർ കിടക്കയിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ കൈവിടപ്പെടും. ഇത് ഏത് നിമിഷവും സംഭവിക്കാം. നീ കൈവിടപ്പെട്ടു പോകരുത്. ഒന്നീ മരണം, കർത്താവിൻ്റെ വരവ് എപ്പോഴും സംഭവിക്കാം. കർത്താവിൻ്റെ വരവിൽ ആരാണ് എടുക്കപ്പെടുന്നത്? നാം അവനോട് മരിച്ചു എങ്കിലും കൊണ്ട് വാഴും. നാം അവൻ്റെ മരണത്തിൻ്റെ സാക്ഷിയോട് ആഹ്വിപ്പിച്ചെങ്കിൽ അവൻ്റെ പുനരുത്ഥാൻ സാക്ഷിയോട് ഏകീഭവിക്കും. മനുഷ്യരുടെ നാം അവൻ ഏറ്റുപറയുന്നെങ്കിൽ ദൂതന്മാരുടെ മധ്യ അവൻ ഏറ്റുപറയും. 3 എങ്കിലുണ്ട്. നിനക്ക് അവനോട് മരിക്കാൻ മനസ്സില്ലയോ? അവനോട് വാഴാൻ കഴിയില്ല. നിനക്ക് അവൻ്റെ മരണത്തിൻ്റെ സാക്ഷിയോട് ഏകീഭിപ്പാൻ മനസ്സില്ലയോ? പുനരുത്ഥാൻ സാക്ഷിയോട് ഏകീഭിപ്പാൻ കഴിയില്ല. നിനക്ക് ജാതിയുടെ മധ്യ അവൻ ഏറ്റുപറയാൻ മനസ്സില്ലയോ? ദൂതന്മാരുടെ മധ്യ അവൻ നിന്നെ ഏറ്റുപറയില്ല. പാപത്തിന് മരിക്കുക, മാനസാന്തരപ്പെടുക. അതാണ് സ്തോത്രം, പാപത്തിന് മരിക്കുന്നത്. 2, പാപത്തിന് മരിച്ച പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിമജ്ഞന സ്നാനം സ്വീകരിക്കണം. വേർവാണ്ട വിശുദ്ധിയിൽ ദൈവത്തെ ആരാധിക്കണം. യേശു വരാറായി.